ഹലോ എവറിവൺ, വെരി ഗുഡ് ഈവനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ, സെഷനിൽ ജോയിൻ ആയിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ഫ്രീ സെഷൻ വരുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ പേഴ്സണലി കണക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാം നമ്മുടെ സെഷൻ എന്തേ പറ്റിയെന്നൊക്കെ. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ സെഷൻ എന്ത് പറ്റി, നമ്മുടെ പാരന്റിങ് സെഷനൊക്കെ നല്ല വീക്ക്ലി ആയിട്ടൊക്കെ ഇങ്ങനെ മൂന്ന് സീരീസ് ഒക്കെ ആയിട്ട് നടന്നു പോവായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫീവർ കാര്യങ്ങളായിട്ട് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ന്യൂ ഇയർ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ. ന്യൂ ഇയർ ഒരു ഭാഗത്ത് നമുക്ക് എന്താണ്, എത്രയൊക്കെ ന്യൂ ഇയർ ആയിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഒരു ദിവസം നേരം വെളുക്കുമ്പം ഉള്ള ഒരു മാറ്റമല്ലേ എന്ന് നമുക്ക് തോന്നും ന്യൂ ഇയറിന്റെ കാര്യം. പക്ഷെ എന്നാലും ന്യൂ ഇയർ പല ആളുകൾക്കും മനസ്സിൽ ഒരു പേടി കൂടെ എങ്ങനെ ആയാലും വരും. കാരണം എൻ്റെ ലൈഫിൽ എന്താ ഒരു മാറ്റമില്ലല്ലോ, വയസ്സ് ഇങ്ങനെ കൂടാണല്ലോ. ഇനി അതും അല്ലെങ്കിൽ എന്താണ്, ഇന്നലെ ഞാൻ ഒരുപോലെ കഴിഞ്ഞ വർഷം അല്ലെ ഒക്കെ ഒരേപോലെ അന്ന് എഴുതി വെച്ചിട്ടുള്ള അല്ലെ ആഗ്രഹിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ, എനിക്ക് ഇത് നേടണം, ഇത് നേടണം, ഇങ്ങനെ ആവണം. അതൊക്കെ ഇപ്പോൾ ആ ബക്കറ്റിൽ തന്നെ ഉണ്ടാവും. അതായത് നമ്മളതൊന്നും നേടിയെടുത്തിട്ടും ഉണ്ടാവില്ല, നമുക്കതൊന്നും കിട്ടിയിട്ടും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ന്യൂ ഇയറിന്റെ തൊട്ട് മുന്നേ എല്ലാവർക്കും ഒരു മനസ്സിലൊരു പേടിയാണ്. ഏജ് കൂടുകയാണല്ലോ, കാലം കൂടി വരികയാണല്ലോ, ഇനിയിലെന്താ ഇങ്ങനെ ഒരു മാറ്റം ഇല്ലാത്ത എന്നൊക്കെ. അപ്പോൾ ന്യൂ ഇയറിലോട്ടൊക്കെ കടക്കുന്നതിന്റെ മുന്നായിട്ട് തന്നെ, ഇനി ഏകദേശം ഒരു 15 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം അതിന്റെ മുന്നേ ആയിട്ട് തന്നെ നമ്മളിൽ ഒരു അപ്ഡേഷൻ വരുത്തുക. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 2025 മുതലെങ്കിലും ഒരു മാറ്റം അല്ലെ പുതിയ ഒരാളായിട്ട് മാറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മളിൽ എങ്ങനെ ഒരു അപ്ഡേഷൻ കൊണ്ടുവരാം, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ടോപ്പിക്കിലോട്ട് കടക്കുന്നതിൻ്റെ മുന്നായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ അതിൻ്റെ മുന്നായിട്ട് ചെറിയൊരു മെഡിറ്റേഷനിലൂടെ പോകും. ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ സെഷനിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പറ്റുന്ന എല്ലാവരും വീഡിയോയിൽ വരിക. കാരണം നമ്മൾ ഈ ഒരു സമയം ഇപ്പോൾ വെറുതെ വെറുതെ എൻ്റർടൈൻമെൻറ്റും സിനിമയും സീരിയലും പല കാര്യങ്ങളായിട്ട് ഈ ടൈം കളയുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ഉറപ്പാണ് വെറുതെ വന്നതല്ല, ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അല്ലേ. അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരണം, അതിന് നിങ്ങളായിട്ട് കൊടുത്തൊരു സമയമാണ്. അപ്പോൾ അതിനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോയിലൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹിപ്നോട്ടിക് മെത്തേഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളിൽ കുറേ ചേഞ്ചസ്, ഒരു സെൽഫ് ഹിപ്നോസിസിലൂടെ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ കുറേ മാറ്റങ്ങൾ നടന്നു പോയിക്കോളും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഞാനിവിടെ ഓഡിയോ പ്ലേ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരാണ്, അല്ലാത്തവർക്ക് ഓൾറെഡി അറിയായിരിക്കും. ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈ ഈ രീതിയിൽ വെച്ചിട്ട് മണ്ഡല മുദ്ര എന്ന് പറയും, രണ്ട് തമ്പ് കൂട്ടിമുട്ടിച്ച് ജസ്റ്റ് മടിയിൽ വെക്കുക. എന്നിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് കണ്ണടച്ചിരുന്ന് കേട്ടാൽ മതി കേട്ടോ. ഓക്കെ. അപ്പം ആരും മറക്കണ്ട, അതിനുശേഷം വീഡിയോയിൽ വരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് വലിയ കാര്യങ്ങളിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ചെറിയ ചെറിയ എക്സാമ്പിൾസിലൂടെ ഇങ്ങനെ പോയി നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ആഘോഷമൊക്കെ വരികയാണ്. നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. എസ്പെഷ്യലി ചില സ്പെഷ്യൽ റമദാൻ മന്ത്, റമദാൻ മാസം, അല്ലെങ്കിൽ ചില ആഘോഷങ്ങൾ, നമ്മുടെ എന്തെങ്കിലും വീട്ടിലുള്ള ആഘോഷം ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യുക, അതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ അതിനായിട്ടൊന്ന് ഒരുങ്ങും അല്ലേ. ഇനിയിപ്പോൾ ഒരു കല്യാണം ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ടൊന്ന് ഒരുങ്ങും, ഡ്രസ്സ് എടുക്കും, അതൊക്കെ ചെയ്യെങ്കിലും വേറൊരു സംഭവമുണ്ട്, നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കും അല്ലേ. വീട് ക്ലീൻ ആക്കും, നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ആക്കും, എല്ലാം ഒന്ന് സെറ്റാക്കി ഒരുങ്ങി ഇരുന്നിട്ടാണ് അതിലോട്ട് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 2025 പുതിയൊരു വർഷത്തിലോട്ടൊക്കെ പോകുമ്പം നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലിൻ്റെ ഭാഗമായിട്ട്
ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. തലേ ദിവസം ഇരുന്നിട്ട് ഗോള് സെറ്റ് ചെയ്ത് വെക്കുക, ബക്കറ്റ് ലിസ്റ്റ് എഴുതുക, പിന്നെ നമ്മൾ അത് അവിടെ മറക്കും, പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുകയില്ല. ആ ഒരു ഇതേ നമ്മൾ മറന്നിട്ടുണ്ടാവും. തലേ ദിവസം നമുക്ക് വരുന്ന ഉള്ളിൽ വരുന്ന ഒരു ആവേശം ഉണ്ടാവും, എനിക്ക് നന്നാവണം, എനിക്ക് നന്നാവണം. 2 ദിവസം കഴിഞ്ഞാൽ അത് പോവും. പക്ഷെ അതല്ലാതെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിലോട്ടൊക്കെ എത്താൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പം ഈ വീടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളും ആഘോഷങ്ങളും വരുമ്പോൾ നിങ്ങൾ വേണ്ടാത്തതിനൊക്കെ ഒഴിവാക്കും. അതായത് കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കി നല്ലൊരു സ്പേസ് ആക്കിയിട്ടാണ് പിന്നെ അവിടെ നല്ല കാര്യങ്ങൾ ആഘോഷിക്കുക. അതേപോലെ തന്നെ പുതുവർഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളിൽ സന്തോഷം ഉണ്ടാക്കുന്നത്? പുതിയ എന്തോ വരും, എന്തോ കിട്ടും, നല്ലത് നടക്കും, ഇതിലേറെ എൻ്റെ ജീവിതം ബെറ്റർ ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അല്ലേ. പുതുവർഷം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സങ്കടമല്ലല്ലോ വരുന്നത്, പ്രതീക്ഷയാണ്. അപ്പം അങ്ങനെ പുതിയ ഒന്നിലോട്ട് കടക്കുന്നതിൻ്റെ മുന്നേ, ഇതിൻ്റെ മുന്നേ പുതുവർഷം വന്നു പോയിട്ടുണ്ടല്ലോ, പക്ഷെ നമ്മൾക്ക് എന്തൊരു മാറ്റമില്ലാത്ത ചിന്തിച്ചിട്ടുണ്ടോ? 2024 ഇതുപോലെ നമ്മൾ പുതിയതെന്തോ നടക്കും വിചാരിച്ച്, പക്ഷേ പഴയ തന്നെ തുടർന്നു. ഈ പഴയ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താ, ഇനിയിപ്പോൾ എന്തൊക്കെ വന്നിട്ടും കാര്യമില്ല, ഒന്നും നന്നാവില്ല എന്നുള്ളൊരു രീതിയിലോട്ട് പലർക്കും ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പുതിയ വർഷം വരുന്നുണ്ടെങ്കിലും നമ്മൾ മാറാത്തതും നമ്മൾ ആ ഒരു പഴയ തന്നെ തുടരുന്നതും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ വീട് ക്ലീൻ ആക്കുമ്പോൾ വേണ്ടാത്തത് നമ്മൾ കളയുന്നുണ്ട്. പക്ഷെ നമ്മളിലുള്ള, നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില ശീലങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക. നിങ്ങളൊരു ദിവസം എങ്ങനെയാണ് പോകുന്നത്? നിങ്ങൾ ഉറങ്ങുന്നത്, എഴുന്നേൽക്കുന്നത്, ഭക്ഷണം കഴിക്കുന്ന രീതി, നിങ്ങൾ നിങ്ങളെ സെൽഫിനെ കെയർ ചെയ്യുന്ന രീതി, നിങ്ങൾ ചിന്തിക്കുന്ന രീതി, നിങ്ങളൊരു ദിവസം മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ ഒരുങ്ങി നടക്കുന്നുണ്ട്, അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾക്കറിയാം നമ്മുടെ ഉള്ളിൽ നമ്മളെങ്ങനെയാണ്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും, മക്കളോട് പെട്ടെന്ന് ദേഷ്യപ്പെടും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെങ്ങനെയെന്നറിയാം. ഇതേ രീതിയിൽ നാളെ പുതിയൊരു വർഷം വരാന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതേ രീതി തന്നെ നാളെയും തുടർന്നാൽ ഒരു 10 വർഷം നമ്മളെ മുന്നിൽ തന്നിട്ടും കാര്യമില്ല, നമ്മളൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അല്ലേ. നമ്മളിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന രീതികൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ചര്യകൾ, ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ മാറ്റാൻ വേണ്ടി തയ്യാറാവണം. ചിലത് ബ്രേക്ക് ചെയ്യേണ്ടി വരും, ചിലത് നിർത്തി കളയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളിലുള്ള ചില ഓർമ്മകൾ, നമ്മളെ ഉള്ളിലുള്ള ചില ഇമോഷൻസ്, നമ്മളിങ്ങനെ പിടിച്ച് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 30 വയസ്സായിട്ടുണ്ടെങ്കിൽ 30 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ, നിങ്ങളെ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം നിങ്ങളെ കൂടെ, നമ്മളെ ബാക്കിൽ ഒരു കയറ് വെച്ച് കെട്ടി വെച്ച പോലെ നമ്മളെ കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയൂല, നടത്തത്തിന്റെ സ്പീഡ് കുറയും, നമ്മൾ സ്റ്റക്കായിട്ട് പോകും. അപ്പം എന്ത് ചെയ്യണം? പുതിയൊരു ഇതിലോട്ട് കടക്കാൻ വേണ്ടി പോകുമ്പോൾ വീട് ക്ലീൻ ആക്കുന്ന പോലെ നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ആക്കി അതൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ച് പുതിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമ്മളിൽ നിന്നും ഈ വേണ്ടാത്തതിനെ കംപ്ലീറ്റ്ലി വിട്ട് കളയണം. കംപ്ലീറ്റ്ലി വിട്ട് കളയുന്ന പോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാവുന്നോ, നിങ്ങളിൽ നിന്ന് അതിനെ ഒഴിവാക്കി കളയാൻ തയ്യാറാവുന്നു, അപ്പോഴാണ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഒഴുകാൻ വേണ്ടി പറ്റുക. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുക്കാണ്. ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കാണ് അല്ലേ. അല്ലാതെ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തള്ളി നീക്കുന്നതോ സ്റ്റക്ക് ആവുന്നതോ തട്ടിത്തടഞ്ഞ് വീണ് പോകുന്നതോ അല്ലല്ലോ. അപ്പം നമുക്ക് എന്തുകൊണ്ടോ ഒഴുകാൻ വേണ്ടി പറ്റാത്തത് ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ മുന്നേയൊക്കെ എന്നിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ പക്ഷികൾ. നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടോ കമന്റ് ബോക്സിൽ. ഈ പക്ഷികളൊക്കെ ലൈഫ് എന്ത് രസാലേ, ഒരെന്നും അലാരം ഒന്നും വെക്കാതെ ഒരേ സമയം എഴുന്നേൽക്കുന്നു, ഒരേ സമയം കറക്റ്റ് സമയത്ത് അല്ലെ, ഈവനിങ് വൈകുന്നേര സമയത്ത് കൂട്ടിൽ കൂടുന്നു, അവർ ഉറങ്ങുന്നു, എല്ലാം കറക്റ്റിന്. അവർക്ക് ടെൻഷൻ ഉണ്ടോ? അവർ കൗൺസിലിങ്ങിനോ സൈക്കോളജിസ്റ്റിന് പോകണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർക്ക് ഭക്ഷണം കറക്റ്റിന് കിട്ടുന്നു, എവിടെന്നാ കിട്ടണമെന്ന് അറിയില്ല, അത് നടക്കുന്നു. അതേപോലെ മരങ്ങളെ നോക്കുകയാണെങ്കിലും അവർ, എല്ലാ മരങ്ങളും ഒരുപോലല്ല. ചില മരങ്ങൾ ചില കാലഘട്ടത്തിലാണ്. ഓക്കെ, ചിന്തിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ വട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ചില മരങ്ങള് ചില കാലഘട്ടത്തിൽ എന്താണ് കായ്ക്കും, ചിലത് പൂക്കും എന്ന് വെച്ചിട്ട് മറ്റേ മരങ്ങൾ ടെൻഷൻ അടിക്കണ്ടോ? ഇവരെ മരത്തിൽ കുറെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഉണ്ടാവുന്നില്ല. ഇല്ല, കാരണം ആ മരത്തിനറിയാം ഇത് എൻ്റെ ടൈമല്ല, എൻ്റെ ടൈം ആവണ സമയത്ത് എന്നിൽ എന്താണോ വരേണ്ടത് അത് വരും അല്ലെ. അവരാരെങ്കിലും ടെൻഷൻ അടിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു മരത്തിന്റെ കൊമ്പ് പൊട്ടി വീണ് എന്ന് വെച്ച് അവർ ആത്മഹത്യ ചെയ്യുന്നില്ല. ലോജിക്കലി ചിന്തിക്കണ്ട. ലോജിക്കലി എങ്ങനെ ഇപ്പൊ മരം ആത്മഹത്യ ചെയ്യാം അങ്ങനെ എടുക്കണ്ട. നിങ്ങളെ ഉള്ളിലൊരു
ഒരു ദൃഷ്ടാന്തം ഉണരാൻ വേണ്ടി ചോദിക്കുകയാണ്. മരത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്, ഇലകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ അവരതിന്റെ വളർച്ച ഒരിക്കലും നിൽക്കുന്നില്ല. അത് വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കും, വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വീണ്ടും ചിലപ്പോൾ കാറ്റടിക്കും, മഴ നല്ല രീതിയിൽ വർഷിക്കും, കൊമ്പ് പൊട്ടും, കൊഴിഞ്ഞ ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലകൾ പൊഴിച്ച് കളയുന്നുണ്ട്. എത്രത്തോളം അതിൽ നിന്ന് വേണ്ടാത്തതിനെ അത് പൊഴിച്ച് കളയുന്നു, അത്രത്തോളം പുതിയ തളിരുകളും ഇലകളും വന്നിട്ട് അത് മുകളിലോട്ട് വളരുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പം ഇവിടെയുള്ള പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു താളമുണ്ട്. സൂര്യൻ കറക്റ്റ് സമയത്ത് ഉദിക്കുന്നുണ്ട്, കറക്റ്റ് സമയത്ത് ചന്ദ്രൻ വരേണ്ട സമയത്ത് അത് വരുന്നുണ്ട്, അല്ലെ? ഒന്ന് രാത്രിയാണ്, അതിന് ഓരോന്നിനും ഓരോ ടൈം ഉണ്ട്. അവർക്ക് ഷൈൻ ചെയ്യാൻ ഒരു ടൈം ഉണ്ട്, അതിന്റെ സമയത്ത് അവർ വരുന്നുണ്ട്. അതിലൊരിക്കലും ഒരു മുടക്കം തട്ടേ, അവർ സ്റ്റക്കായി പോവുകയെ, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുക ഒന്നുമില്ല. ഒരു താളം കാണുമ്പോൾ തന്നെ ഒരു രസമാണ് നമുക്ക്. അതിങ്ങനെ ഒരു താളത്തിൽ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾക്കത് പറ്റണില്ല, നമ്മളിൽ ആ ഒരു താളം ഇല്ല. കാരണം എന്താ? നമ്മളിൽ ആ ഒരു നാച്ചുറാലിറ്റി, ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ എല്ലാ ജീവജാലങ്ങളെയും പോലെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതുപോലെ നമ്മൾക്കുള്ളൊരു നാച്ചുറാലിറ്റി ഉണ്ട്. ഒരു നാച്ചുറാലിറ്റിയിൽ നമ്മൾ നിൽക്കുമ്പം ലൈഫ് ഒഴുകാൻ വേണ്ടി തുടങ്ങും. പ്രശ്നങ്ങൾ വന്നേക്കാം, നമ്മൾ അതിനെ മറികടന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവും. പിന്നെയും നല്ലത് വന്നിട്ടുണ്ടാവും, നമ്മൾ അതിനെ മാനേജ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ എല്ലാത്തിനും നമ്മളിലും ഒരു ഒഴുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ മനുഷ്യന്മാരിൽ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്റ്റക്കാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇനി പോവാൻ നോക്കുന്നവരെന്നെ ഇങ്ങനെ തള്ളി നീക്കാണ്, അല്ലെ? അപ്പം നമ്മളിൽ എന്തുകൊണ്ടാണ് ഈ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭാരങ്ങളെല്ലാം മുന്നോട്ട് വഹിച്ചിട്ടാണ് പോകാൻ വേണ്ടി നോക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല ആളുകളും, ഇപ്പം നമ്മൾ ഒരു വ്യക്തിനെ കാണാണ്, ആ വ്യക്തിനെ കാണുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിലൊരു ട്രിഗർ വരും. ഇവരല്ലേ പണ്ട് എന്നെ അത്ര ആളെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞത്? ആ ട്രിഗർ വരും. അതിൻ്റെ അർത്ഥം നിങ്ങൾ അവർ തന്ന ഭാരത്തിനെയും കൂടെ ഉള്ളിൽ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം ആ ഭാരം കൂടെ ഉണ്ട് എന്നർത്ഥം. നമ്മളത് അറിയണമെന്നില്ല. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇതൊക്കെ എനിക്കുള്ളതാന്ന് പറഞ്ഞ് കിട്ടുന്നതിനെല്ലാം വാങ്ങി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് നടക്കാൻ വേണ്ടി പോകുമ്പോൾ ലൈഫ് സ്റ്റക്കായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു റിതം, താളം, അല്ലെ നാച്ചുറാലിറ്റി, ഒഴുക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല. പ്രകൃതിയിൽ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയല്ല. അവര് ഇപ്പം മരങ്ങൾ ഇലകളെ പൊഴിച്ചു കളയുന്നു എന്ന് പറഞ്ഞ പോലെ അവര് മുന്നോട്ട് എത്രത്തോളം പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വേണ്ടാത്തതിനെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കണം. അടുത്ത് പറഞ്ഞില്ലേ, നമ്മളെ വീട് ഇടക്കെങ്കിലും ഒന്ന് ക്ലീൻ ആക്കൂലേ? അതായത് ടോട്ടലി കേട്ടോ, ദിവസവും ക്ലീൻ ആക്കുന്നവരുണ്ടാവും. ടോട്ടലി നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ടല്ലേ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ വർഷങ്ങളോളം പോയി നോക്കിയേ, നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കൂലേ? അത് ക്ലീൻ ആക്കാതിരുന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്നുള്ളത്? അത്രയും വലിയ രീതിയിലോട്ട് നമുക്ക് ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പം നമ്മൾ മനുഷ്യന്മാർ മരിക്കുന്നത് വരെ നമ്മളിൽ ഉണ്ടായിട്ടുള്ള ഭാരങ്ങളും ദുഃഖങ്ങളും ഇതെല്ലാം പേറി നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂല. നിങ്ങൾ പുതുവർഷം വരികയാണ്, വിജയം നിങ്ങൾക്ക് വേണം, നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് കടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളിലുള്ള ഭാരങ്ങളെയും കുറേ ഭാണ്ഡക്കെട്ടുകൾ ഉണ്ടാവും, അല്ലേ? കുറേ നോട്ടുകൾ, കുറേ കെട്ടുകൾ, കുറേ ഭാരങ്ങൾ, വേണ്ടാത്ത ഒരുപാട് ഓർമ്മകൾ, നടക്കാത്ത സ്വപ്നങ്ങൾ, എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്, എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ, ചില ആളുകളോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും, അത് കിട്ടാത്തതുണ്ടാവും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളിങ്ങനെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടാണ്. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്ന, ലെറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് കളയുക. എങ്ങനെ വിട്ട് കളയാം? ഇനി എനിക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലല്ല. അതായത് ചില ഇഷ്ടമില്ലാത്ത ഓർമ്മകളും ഇമോഷൻസും സങ്കടങ്ങളൊക്കെ ആണെങ്കിൽ അവയെ ഇനി എനിക്ക് വേണ്ട. ഐ ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ഐ ലെറ്റ് ഇറ്റ് ഫ്ലോ. ഞാൻ ഇതിനെ കംപ്ലീറ്റ്ലി വിട്ട് കളയാണ്, എന്നിൽ നിന്ന് ഞാൻ ഇതിനെ വിട്ട് കളയാണ്. എന്തിന്? എൻ്റെ ജീവിതം മുന്നോട്ട് ഒഴുകുന്നതിന് വേണ്ടി എന്ന് തീരുമാനിച്ചിട്ട് നമ്മളൊരു പക്ഷിനൊക്കെ നിങ്ങൾ മൈൻഡിൽ ഇമാജിൻ ചെയ്യുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം, അതിന് ജസ്റ്റ് നിങ്ങളെ കയ്യിൽ വെക്കണ പോലെ ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഒരു കാര്യത്തിന് എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഈ പക്ഷിനൊക്കെ പറത്തി വിടുന്നത് പോലെ ഈ ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ്ലി, ഇതിൻ്റെ റിസൾട്ട് എന്താ ഞാൻ ആലോചിക്കുന്നില്ല, ഇത് നടക്കുമോ നടക്കൂലെന്ന് ഞാൻ ആലോചിക്കുന്നില്ല, അവരെന്നെ എന്ത് ചെയ്തോട്ടെ, ഈ ഒരു കാര്യത്തിനെ ഞാൻ എന്നിൽ നിന്ന് പരിപൂർണമായി വിട്ട് കളയാണ് എന്നൊരു പക്ഷിനെ പറത്തി കളയുന്ന പോലെ ജസ്റ്റ് മൈൻഡിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കേ.
നമ്മൾ കുറച്ച് നേരം അങ്ങനെ വിട്ട് കളയാണ് എന്ന് ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മളിൽ നിന്ന് എന്തോ സംതിങ്, എന്തോ ഒരു ഭാരം ഇങ്ങനെ കൊഴിഞ്ഞ് നമ്മളിങ്ങനെ എന്താ പറയാ വെയിറ്റ്ലെസ് ആയിട്ട് ഉള്ള പോലെ തോന്നും. നമ്മൾ ഈ അപ്പൂപ്പൻ താടിനെ കണ്ടിട്ടില്ലേ? അപ്പൂപ്പൻ താടി അത്രയും ഉയരത്തിൽ പറക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാ? അത് വെയിറ്റ്ലെസ് ആണ്, ഭാരമില്ല. എത്രത്തോളം നമ്മൾ വെയിറ്റ്ലെസ് ആവുന്നു അത്രത്തോളം ഉയരത്തിലോട്ട് പറക്കാനും ലൈഫിൽ സക്സസ്സിൽ എത്താനും ഒക്കെ പറ്റുള്ളൂ. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് വിജയത്തിലെത്തണം, എൻ്റെ ലൈഫിൽ കുറേ സക്സസ്സും കുറേ കാര്യങ്ങൾ കെട്ടിപ്പടുക്കണം. പക്ഷെ ഇത്രയും കാലം ഉള്ള ആളുകളോടുള്ള ദേഷ്യവും വാശിയും ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും ഞാൻ അതൊന്നും മറക്കില്ല. ഞാൻ അതെല്ലാം എൻ്റെ കൂടെ തന്നെ കൊണ്ട് നടക്കും എന്നുള്ള വാശിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഉയരത്തിലെത്താൻ വേണ്ടി പറ്റില്ല. ഉയരങ്ങളിലോട്ട് പറക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടാത്തതിനെ വിട്ട് കളയാൻ വേണ്ടിയിട്ട് ആദ്യം പഠിക്കണം. അപ്പം നിങ്ങൾ പുതിയൊരു വർഷത്തിലോട്ട് കടക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പുതിയൊരു ചാൻസ് നിങ്ങളെ മുന്നിൽ തരികയാണ് ദൈവം. നിങ്ങൾക്ക് നന്നാവാനുള്ള ഒരു പുതിയൊരു ചാൻസ് തരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരെന്താ ചെയ്യുക? വേണ്ടാത്തതിനൊക്കെ ഒഴിവാക്കുക. വേണ്ട, എനിക്കിനി നല്ലതിലോട്ട് നടന്നു പോയാൽ മതി എന്നുള്ളല്ലേ എന്നുള്ള തീരുമാനമല്ലേ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പരുന്തിനൊക്കെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ അവരൊക്കെ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, പരുന്ത് മീനിനെ കടലിൽ നിന്നൊക്കെ കൊത്തിയിട്ട് മീനിനെ എടുത്ത് മുകളിലോട്ട് പറക്കാൻ വേണ്ടി നോക്കുമ്പോൾ കാക്കകൾ വന്നിട്ട് എന്ത് ചെയ്യും? പരുന്തിനെ ആക്രമിക്കാൻ നോക്കും. എന്തിന്? ഈ മീനിനെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ഈ പരുന്ത് വിട്ടുകൊടുക്കൂല. പക്ഷെ വീണ്ടും അവരുടെ ആക്രമണം കൂടുമ്പം പരുന്ത് മീനിനെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് മുകളിലോട്ട് പറക്കും എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? അത് വിട്ടുകൊടുക്കാതെ അവരുടെ ഇടയിൽ ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും തോറും പരുന്തിൻ്റെ ലൈഫിൻ്റെ ഫ്ലോ, അതായത് താളം തെറ്റും, മുകളിലോട്ട് പറക്കാൻ വേണ്ടി പറ്റൂല. അപ്പം ഇതിനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇവരുള്ള ഓരോന്നും മുകളിലോട്ട് ഉയരണം എന്നുണ്ടെങ്കിലും ലൈഫിൽ ഒരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്നിട്ട് നിങ്ങളല്ലാത്ത എന്തൊക്കെയോ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ആവശ്യമില്ലാത്ത, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് അതിനെയും ഉള്ളിൽ വെച്ചിട്ട് ബാക്കിൽ വെച്ചിട്ട് നടക്കാൻ വേണ്ടി നോക്കുമ്പം നമുക്ക് എത്താൻ വേണ്ടി പറ്റൂല. നമ്മൾക്ക് വർഷം എത്ര കഴിഞ്ഞ് കഴിഞ്ഞാലും വയസ്സ് എത്ര മാറിയാലും ഞാൻ മാറിയില്ലല്ലോ, എൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എൻ്റെ കയ്യിൽ ചെറിയൊരു പെന്നെ ഞാൻ പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ഒരുപാട് നേരം ഞാൻ ആ പെണ്ണ് എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒരു പെണ്ണ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? വേദന ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കുറേ നേരം ഈ പെണ്ണെന്നെ ഇങ്ങനെ പിടിച്ചിരുന്നാൽ അങ്ങനെ ഉണ്ടാവും, എൻ്റെ കൈ വേദനിക്കാൻ വേണ്ടി തുടങ്ങും. അതിൻ്റെ അർത്ഥം ഈ പെണ്ണിന് ഭാരം ഉള്ളതുകൊണ്ടാണോ? അല്ല. ഞാൻ കുറേ എത്രത്തോളം നേരം ഇതിനെ ഹോൾഡ് ഓൺ ചെയ്യുന്നു അത്രത്തോളം നേരമാണ് എനിക്ക് വേദന എടുക്കല്ലേ. പെണ്ണിന് ഭാരം ഉള്ളത് കൊണ്ടല്ല. ഇതുപോലെ തന്നെയാണ് ഇന്നലെ നടന്ന 10 വർഷം മുന്നേ നടന്ന എന്തോ ഒരു കാര്യം ചെറുതായിരിക്കും. അതിനെ നിങ്ങൾ പിടിച്ചു വെക്കുമ്പോൾ അപ്പം അത് ജസ്റ്റ് ചെറിയൊരു കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും ചെറിയൊരു കാര്യം. പക്ഷെ നിങ്ങൾ എത്രത്തോളം കാലം നിങ്ങൾ അതിനെ നിങ്ങളെ മൈൻഡിൽ കൊണ്ട് നടക്കുന്നു അത്രത്തോളം കാലം നിങ്ങൾക്ക് അതിൻ്റെ വേദന കൂടിക്കൊണ്ടേയിരിക്കും. ആ വേദന കൂടി 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 പിന്നെ അവരോടുള്ള ദേഷ്യവും പകയാവും. അത് പ്രതികാരമായിട്ടാണ് പല മനുഷ്യന്മാരെയും അപകടത്തിൽ പല വേണ്ടാത്ത കാര്യങ്ങളിലും കൊണ്ടെത്തിക്കാറുള്ളത്, അവരോടുള്ള പ്രതികാരം മൂത്തിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പെണ്ണെ ഞാൻ കുറച്ചു കാലം ഇങ്ങനെ പിടിച്ചു അല്ലെ, ഇപ്പൊ പിടിച്ചു കുഴപ്പമില്ല. ഞാൻ നാളെ രാവിലെ വരെ ഇങ്ങനെ തന്നെ പിടിച്ചിരുന്നെങ്കിൽ നല്ല വേദന എടുക്കും. ഞാൻ പിന്നെയും ഒരാഴ്ച ഇങ്ങനെ പിടിച്ചു പിടിച്ച് 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 എന്ത് ചെയ്തു? ഈ പെന്നും എൻ്റെ കൈയും ഒന്നായിട്ട് മാറി. പിന്നെ ഞാനിത് അറിയാതായി മാറിയെന്ന് ചിന്തിക്കുക. ഞാൻ അറിയുന്നില്ല, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ കുളിക്കുമ്പോഴും ഞാൻ നടക്കുമ്പോഴും ഈ പെണ്ണ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മാത്രം അറിയുന്നില്ല. അതെന്താ? വർഷങ്ങളായിട്ട് ഞാൻ ഈ പെന്നും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ എന്താണ്? എൻ്റെ കയ്യിൽ ഇത് പിടിച്ച് 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 എന്താണ്, എൻ്റെ കൈ വീങ്ങാൻ വേണ്ടി തുടങ്ങി, വേദന തുടങ്ങി, കുറേ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. ഞാൻ അറിയുന്നില്ല, പക്ഷെ എൻ്റെ ചുറ്റിലുള്ളവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ചുറ്റിലുള്ള ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പം ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ക്ലയൻറ്റിൻ്റെ അവരെ ഒരു പ്രിയപ്പെട്ട ഒരാൾ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പം മരണപ്പെട്ടപ്പം അവരുടെ ചില ആളുകളുമായിട്ട് ഇവർക്ക് ചില ദേഷ്യം കാര്യങ്ങളൊക്കെ സങ്കടത്തിന്റെ പുറത്ത് വന്ന കാര്യങ്ങളാണ്. അതായത് സങ്കടം കൊണ്ട് മരണപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു സങ്കടം കൊണ്ട് അവരുടെ ഫ്രണ്ട്സ് കാര്യങ്ങളോട് ഒരു ദേഷ്യം, അത് ഉള്ളിൽ അതായത് ഇവരുടെ ഈ കുട്ടി മരണപ്പെട്ടല്ലോ, അതേ പ്രായത്തിലുള്ള ബാക്കിയുള്ള മക്കളല്ലേ എന്നുള്ള രീതിയിലുള്ള ദേഷ്യം, അത് കൂടി 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 ഇപ്പോൾ ആ പ്രായത്തിലുള്ള ടീനേജേഴ്സിനോട് എല്ലാവരോടും ദേഷ്യം. എവിടെ ടീനേജേഴ്സിനെ കണ്ടാലും
ആളെ മനസ്സ് താളം തെറ്റും. അവരെ ഉപദ്രവിക്കണം, അതായത് എൻ്റെ കുട്ടി ഇല്ലല്ലോ ഇനി ഇവരെ കുട്ടിയാണ്, ആ ഒരു രീതിയിലോട്ട് മൈൻഡ് മാറി എന്നുള്ളതാണ്. അപ്പം അതേപോലെ നിങ്ങളെ ലൈഫിൽ നടന്ന ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്, ഇപ്പം ഒരു ഗ്ലാസിൻ്റെ, ഒരു പൊട്ടിയ ഗ്ലാസിൻ്റെ കഷ്ണമായിട്ട് വിചാരിക്കുക, നിങ്ങൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ വെച്ച് നിൽക്കുകയെന്ന് വിചാരിക്കുക. അതിങ്ങനെ കയ്യിൽ വെച്ച് വെച്ച് എന്തുണ്ടാവും, നിങ്ങളെ കൈ മുറിയാൻ വേണ്ടി തുടങ്ങും. ലാസ്റ്റ് ഇതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങും. ഏത് നിമിഷമാണോ നിങ്ങൾ ആ ഗ്ലാസ്സിനെ കയ്യിൽ നിന്ന് എടുക്കുന്നത്, അപ്പം മുതലാണ് എന്ത് ചെയ്യുക, കൈയിൻ്റെ മുറിവ് മാറാനും അവിടെ ഹീലിംഗ് സംഭവിക്കുള്ളൂ. ഇതേപോലെ തന്നെ മനസ്സിൽ നിന്ന് നമ്മൾ മുന്നോട്ട് ലൈഫിൽ എത്രത്തോളം വിജയത്തിലോട്ട് നിങ്ങൾക്ക് നടക്കണം എന്നുണ്ടെങ്കിലും ഈ ഭാരങ്ങളൊക്കെ നമ്മൾ എടുത്തു കളയാൻ ആദ്യം തയ്യാറാവണം. പല ആളുകളും അത് അങ്ങനെ തയ്യാറാവൂല. കാരണം എന്താ, അവരെന്നെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്, അവരെന്നെ അത്രത്തോളം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയും. ശരിയാണ്, അവർക്ക് ആ ഒരു വേദന ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇത് എത്രത്തോളം കാലം കൊണ്ട് നടക്കുന്നോ, ആ വേദനിപ്പിച്ച വ്യക്തി പോയി അവരിപ്പോ എവിടെയോ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവാം. അവരവരെ ലൈഫായിട്ട് വിജയിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എന്തോ ഒരു വാക്ക് പറഞ്ഞ ആളാവും, നമ്മളെ എന്തോ രീതിയിൽ വാക്ക് പറഞ്ഞ ആളായിരിക്കും. പക്ഷെ അയാൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കും തോറും ഈ പൊട്ടിയ ഗ്ലാസ് കയ്യിൽ മുറുക്കി പിടിക്കുന്ന പോലെയാണ്. അതിങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മുറിവായിക്കൊണ്ടേയിരിക്കും. ഏത് നിമിഷമാണോ മനസ്സിൽ നിന്ന് ആ ഒരു കാര്യം എടുത്തു മാറ്റുന്നത്, അതേപോലെ ഏത് നിമിഷമാണോ ഈ ഗ്ലാസ് കയ്യിൽ നിന്ന് എടുത്തു മാറ്റുന്നത്, അപ്പം മുതലാണ് അവിടെ മുറിവണങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ പുതിയ വർഷമൊക്കെയാണ്, എല്ലാം ശരിയാണ്, അതിലോട്ട് കടക്കുന്നതിൻ്റെ മുന്നേ മൈൻഡിൽ നിന്നിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടാത്ത, എനിക്ക് ഇനി ഓർമ്മകളൊന്നും വേണ്ട, ഇനി കാര്യമൊന്നും വേണ്ട, ഈ വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളോ ഈ നടന്ന കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇങ്ങനെ ഇത്തരത്തിലുള്ള ലെറ്റ് ഗോ ചെയ്യേണ്ട, വിട്ടുകളയേണ്ട കാര്യങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞാൽ മാത്രമേ ലൈഫിൻ്റെ ആ ഒരു ഒഴുക്ക്, ആ ഒരു താളം നിങ്ങൾക്കും തിരിച്ചു കിട്ടുള്ളൂ. അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ ഒഴുകാനാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട്, എന്തൊക്കെയോ വരാനുണ്ട്, എന്തൊക്കെയോ നടക്കാനുണ്ട്, മക്കളെ കല്യാണം നടക്കണം, അത് നടക്കണം, ഇത്ര സമ്പത്ത് കിട്ടണം, അതൊക്കെ കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും. എന്തോ കിട്ടാനുള്ളതിലും നടക്കാനുള്ളതിലും അല്ല യഥാർത്ഥ സന്തോഷം കിടക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തുണ്ട്, നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ എന്തുണ്ട്, നിങ്ങളിപ്പോൾ ഏത് നിമിഷത്തിലാണുള്ളത്, ഈ നിമിഷത്തിലാണ് ജീവിതത്തിൻ്റെ രഹസ്യം കിടക്കുന്നത്. നിങ്ങൾ ലൈഫിൽ എവിടെ പോയി എന്ത് വേണേലും പഠിച്ചോ, ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന കാര്യം ഈ നിമിഷത്തിലാണ് ജീവിതത്തിൻ്റെ രഹസ്യം കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ നിമിഷത്തിലോ, നമ്മൾ വിചാരിക്കണം എന്താ, രഹസ്യം പറഞ്ഞാൽ എന്തോ വലിയ കാര്യം, അത് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് മാറും എന്നുള്ളത്. അതായത് എത്ര വലിയ വാതിലിൻ്റെ താക്കോലും ചെറുതായിരിക്കും അല്ലേ, ഇത്ര വലിയ വാതിൽ തുറക്കണമെങ്കിൽ ചെറിയ താക്കോലായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഉറപ്പില്ല, കഴിഞ്ഞ കാലം കഴിഞ്ഞ് വരാനിരിക്കുന്ന കാര്യം എന്താവും അറിയില്ല. സ്വപ്നങ്ങൾ കാണണം, ഗോൾസ് സെറ്റ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പക്ഷെ അതിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, ഇപ്പോൾ എനിക്ക് എന്തുണ്ട്, എൻ്റെ കയ്യിൽ ആകെ എനിക്ക് നിങ്ങളോട് ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഈ നിമിഷത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്ക്, ലൈഫിനെ സിമ്പിളായിട്ട് കണ്ടു നോക്ക്. നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്, ഇതാണ് നിങ്ങൾക്ക് ആകെയുള്ള സമ്പത്ത്, നിങ്ങൾക്ക് ആകെ കയ്യിൽ ഉറപ്പുള്ള കാര്യം. അപ്പൊ ഇതില് സന്തോഷം കണ്ടെത്താതെ ഞാൻ പിന്നെ എന്ന് സന്തോഷം കണ്ടെത്താനാണ്. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ വേണം, എന്തൊക്കെയോ കിട്ടണം, എപ്പോഴൊക്കെയോ സന്തോഷിക്കണം, അത് കിട്ടിയിട്ട് സന്തോഷിക്കണം. ഈ ഓട്ടം പോയി പോയി ലാസ്റ്റ് നമ്മൾ മരിക്കും അല്ലെ. നമുക്ക് പിന്നെ ഏത് സമയത്താണ് നമുക്ക് ജീവിതം ആസ്വദിക്കാനുള്ള ടൈം കിട്ടുക, കിട്ടൂല. അപ്പൊ നമ്മൾ പറയാറുണ്ട്, പണ്ട് എനിക്ക് അതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ ഒരു അനുഗ്രഹം കൂടെ ഇല്ലാതായി പോയി. ഉള്ള സമയത്ത് അതിന്റെ വില നമ്മൾ കണ്ടിട്ടില്ല, ഉള്ള സമയത്ത് നമ്മൾ അതിന്റെ വില കണ്ടില്ല. ഇപ്പൊ അത് പോയപ്പോഴാണ് അത് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു വാല്യൂ മനസ്സിലായത്. അപ്പം മറ്റുള്ള നിങ്ങളെ ഫാമിലിയിലുള്ള മറ്റുള്ളവരെ, നിങ്ങളെ കൂട്ടുകാർ, നിങ്ങളെ നാട്ടുകാരൊക്കെ വെച്ച് നോക്കുമ്പം അവർക്കുള്ള അത്ര സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല, അവർക്കുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ മനുഷ്യന്മാരിൽ മാത്രമുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മരങ്ങളെ നോക്കൂ, നിങ്ങൾ പ്രകൃതിയിലുള്ള പൂക്കളെ നോക്കൂ, എന്തിനേയും നോക്കൂ, അവർക്ക് ഓരോന്നിനും ഓരോ ടൈമുണ്ട്. ചില പൂവിന് ചില സ്മെല്ലുണ്ട്, ചിലതിന് വേറെ സ്മെല്ലാണ്, ചിലതിൽ മുള്ളുണ്ടാവും, ചിലതിൽ മുള്ളുണ്ടാവില്ല, ചിലതിന് പടരാൻ വേണ്ടി പറ്റും, ചിലത് നല്ലോണം കായ്ക്കനികൾ ഉണ്ടാവും, ചിലതിൽ തീരെ ഉണ്ടാവില്ല, ചിലത് നല്ല തടിച്ചിട്ടാവും, ചിലത് മെലിഞ്ഞ മരമായിരിക്കും. ഓരോന്നും ഓരോന്നാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഒന്നിനെ ഒന്നായിട്ട് അവർ കമ്പയർ ചെയ്യാറില്ല, തീരെ അവരൊന്നിനെ ഒന്നായിട്ട് അവർ കമ്പയർ ചെയ്യാറില്ല. അപ്പം ഇതുപോലെ നിങ്ങൾ എന്താണോ, നിങ്ങൾ ആരാണോ എന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ ഭാണ്ഡക്കെട്ടുകളൊക്കെ ഒന്ന് അഴിച്ചു വെക്കാൻ തയ്യാറാണോ. നമ്മൾ കുറേ
ഡ്രസ്സും വേണ്ടാത്ത കോട്ടൊക്കെ ഉള്ളിലിട്ട് ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ എന്താ, നമ്മൾ ആരാന്ന് തന്നെ നമുക്കറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മളിൽ നിന്നിട്ടുള്ള വേണ്ടാത്ത ചില കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാനും വിട്ട് കളയാനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതിന് എന്താണ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്ന് പ്രാക്ടിക്കലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുക. അതായത് ഞാനൊരു പുതിയ വർഷത്തിലോട്ട് കടക്കാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പൊ അതിൽ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് വേണ്ടാത്ത ഓർമ്മകൾ, വേണ്ടാത്ത കാര്യങ്ങൾ, എനിക്ക് മുന്നോട്ടേക്ക് ഈസി ആയിട്ട് പോകണം. ഇനി ഭാരങ്ങളൊന്നും വേണ്ട, ഇതെല്ലാം അഴിച്ചു വെച്ച് പോകണം. അപ്പൊ എന്തൊക്കെ ഒഴിവാക്കണോ അതെല്ലാം ഒരു പെന്നും പേപ്പറും എടുത്ത് എഴുതി വെക്കുക. എഴുതി വെക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ശീലങ്ങൾ. ഇപ്പൊ എനിക്ക് വിജയിക്കണം, പക്ഷെ ഞാൻ ഫുൾ ടൈം കിടന്നുറങ്ങി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ വിജയിക്കൂല. എനിക്ക് നല്ല ആരോഗ്യം വേണം, പക്ഷെ ഭക്ഷണം ഞാൻ കറക്റ്റിന് കഴിക്കുന്നില്ല. അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നില്ലെങ്കിൽ ആരോഗ്യം കിട്ടൂല. അപ്പൊ അതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോവും. ഓരോ പുതുവർഷം വരുമ്പോഴും നമ്മളെ സ്വപ്നം, എനിക്ക് കാർ എടുക്കണം, എനിക്ക് ആരോഗ്യം വേണം. എല്ലാ പുതുവർഷം വരുമ്പോഴും ജിമ്മിൽ ജോയിൻ ചെയ്ത് ജനുവരി ആയി ഫെബ്രുവരി ആകുമ്പോഴേക്കും നിർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയല്ല. എനിക്ക് ശരിക്കും പുതിയൊരാളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ എൻ്റെ ശീലങ്ങൾ ഒഴിവാക്കണം അത് കറക്റ്റിന് ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്യുക മാത്രമല്ല, ആ ശീലങ്ങളെ നമ്മൾ മാറ്റാൻ കൂടി തയ്യാറാവണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഇത്രയും കാലത്ത് വേണ്ടാത്ത ഭാണ്ഡങ്ങളെ നമ്മൾ ഒഴിവാക്കി ഇതിനെ വിട്ട് കളയുക. അല്ലെ, ഈ ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ഐ ലെറ്റ് ഇറ്റ് ഫ്ലോ, നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുക. എന്നാലേ മുന്നോട്ടേക്ക് ഒഴുകാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിമിഷത്തിനെ അറിഞ്ഞ് ആസ്വദിച്ച് ജീവിതത്തിന് ഒഴുകാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ് 14-ാം തീയതി ആയിരിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒരാൾ അവരിലുള്ള എല്ലാ ഭാണ്ഡക്കെട്ടുകളെയും വിട്ട് കളഞ്ഞ് ഫ്രീ ആയി, എന്നിട്ട് ഈ നിമിഷത്തിലുള്ളതിനൊക്കെ ആസ്വദിക്കാനും അതിനെ അറിഞ്ഞ് സന്തോഷിക്കാനും ജീവിതത്തിന്റെ ഒഴുക്കിലോട്ടെത്തി. ഇനി എന്താ? എല്ലാത്തിനെയും അറിഞ്ഞിങ്ങനെ സന്തോഷിച്ചിരുന്നാൽ മതിയോ? ഇല്ല. നമുക്ക് സ്വപ്നങ്ങളിലോട്ട് നടന്നു പോകാനുണ്ട്, നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, നമ്മളെ ആഗ്രഹങ്ങളുണ്ട്, നമ്മളെ ദൗത്യം ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നത് വെറുതെ അല്ല. ഈ ലോകത്ത് നമ്മൾ ആരും വെറുതെ വന്നതല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വെറുതെയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്? ഒരിക്കലല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പം ഒരു ബസ് ഡ്രൈവർ പോലും ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. അവരെത്രയോ ആളുകളെയാണ് കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കുന്നത്. ഒരു ടീച്ചർ എത്രയോ മക്കൾക്കാണ് അവരെന്ത് ചെയ്യുന്നത്, അക്ഷരം പകർന്നു നൽകുന്നത്. നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ നിങ്ങളൊരു ദൗത്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വേറൊരു സൃഷ്ടിയെ നിങ്ങളിവിടെ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവരെങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ ഇഷ്ടങ്ങളായിക്കോട്ടെ, പാഷൻ ആയിക്കോട്ടെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, അതിലോട്ടൊക്കെ നടന്നു പോകാനുണ്ട്. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറക്കണം അല്ലേ. ലെറ്റ് ഫ്ലൈ, നമുക്ക് പറക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റത്തെ ലെറ്റ് ഗോ, നമ്മൾ വിട്ട് കളയണം. രണ്ടാമത്തേത് ലെറ്റ് ഫ്ലോ, നമ്മൾ വിട്ട് കളഞ്ഞ് ഫ്രീ ആയിട്ട് ജീവിതത്തിന് ഒഴുകാൻ വേണ്ടി പഠിക്കണം. മൂന്നാമത്തത് ലെറ്റ് ഫ്ലൈ, നമുക്ക് പറക്കാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ ഒന്നാമത്തത് മാത്രമേ ഇന്ന് പറയുന്നതുള്ളൂ ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ആ ഒരു പൊട്ടിയ ഗ്ലാസിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഉള്ളിൽ ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടാണെങ്കിൽ അതിങ്ങനെ ഉള്ളിൽ മുറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടും, നിങ്ങൾക്ക് ഉള്ളിൽ എന്നും വേവലാതിയും സങ്കടങ്ങളും ടെൻഷനും നിറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ഇതെല്ലാം ഉള്ളിൽ കിടന്നിട്ട് അത് പല രോഗങ്ങളായിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ എക്സാമ്പിൾ പോലെ നമ്മുടെ ഉള്ളിൽ ഒരാളോടുള്ള ദേഷ്യ വാശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടന്ന് പിന്നെ മക്കളോട് ദേഷ്യം, ഹസ്ബൻഡിനോട് ദേഷ്യം, നമുക്ക് നമ്മളെ ഇഷ്ടമില്ല, ആൾക്കാരെ കാണുന്നത് ഇഷ്ടമില്ല, ഒരു പരിപാടിക്ക് പോകുന്നത് ഇഷ്ടമില്ല, നമ്മൾ ആൾ തന്നെ മാറിപ്പോവും. പക്ഷെ നമ്മൾ ഇതൊന്നും തിരിച്ചറിയുന്നുണ്ടാവില്ല. പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. എന്ത്? ഇവരിങ്ങനെയൊക്കെ മാറിയില്ലേ, ഇവരിൽ എന്തൊക്കെയോ മാറ്റം വന്നു. അപ്പൊ അവരെന്നെ പറയും, അന്നത്തെ ആ സംഭവത്തിന് ശേഷാട്ടോ അവര് മാറാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലേ, അങ്ങനെ പറയും. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഏത് സമയം മുതലാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നിങ്ങളിൽ ഒരു മാറ്റം വന്നു തുടങ്ങിയത്? അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഏതോ ഒരു കാര്യം നടന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മൾ നമ്മളിൽ നിന്ന് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് പുറത്തു കൊടുത്ത് അല്ലെ ഇതിനൊക്കെ വിട്ടുകൊടുത്ത് മുന്നോട്ട് നടക്കാൻ വേണ്ടി തയ്യാറാവുന്നത്? അവർക്കുള്ള നല്ലതിനോ അങ്ങനെയൊന്നുമല്ല. നമ്മൾക്ക് ഇതൊക്കെ ഒന്ന്
നമ്മളിൽ ഇതൊക്കെ ഫ്രീ ആക്കി കളഞ്ഞാലേ മുന്നോട്ട് നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളോടും കരുണ കാണിക്കുക. എല്ലാ കാര്യങ്ങളെയും നിങ്ങളുള്ളിൽ എടുത്തു വെച്ച് നമ്മളെ സെൽഫിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. പുതുവർഷത്തിലോട്ട് കടക്കുന്നതിന്റെ മുന്നേ ഇപ്പം വീട് വൃത്തിയാക്കുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് കരുണയുള്ളവരാണെങ്കിൽ, നിങ്ങളോട് സ്നേഹമുള്ളവരാണെങ്കിൽ ഇതിനെയൊക്കെ വിട്ട് കളയാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ലെറ്റ് ഫ്ലോ. ഈ ഒരു നിമിഷം എന്തുണ്ടോ, എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ അനുഗ്രഹങ്ങളുണ്ടോ, നിങ്ങൾ എങ്ങനെയാണോ അതിനെ അറിഞ്ഞ് സന്തോഷിച്ച് ആ ഒരു ഒഴുക്കിനെ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് ആസ്വദിക്കാൻ പഠിക്കുകയാണെങ്കിൽ ജീവിതം അതിലേറെ മനോഹരമാവും. അതിലോട്ട് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇതിനൊക്കെ ഒന്ന് വിട്ട് കളയണം അല്ലേ? മൈൻഡിനെ ഒന്ന് ക്ലെൻസ് ചെയ്യണം, ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അല്ലേ? അപ്പം നമുക്കറിയാം, നമ്മളെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നേ ഒന്ന് കൈ ഒന്ന് കഴുകും. അവിടെയും ശുദ്ധീകരണം നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം നമ്മുടെ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് പോകുന്നതിന്റെ മുന്നേ ഒന്ന് എന്ത് ചെയ്യും? അംഗശുദ്ധി വരുത്തും. അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാ പുതിയ ഒന്നിലോട്ട് കടക്കുന്നത്. അപ്പൊ ഇത് പ്രകൃതിയിലെ ഒരു നിയമമാണ്. നമ്മൾ എന്ത് ആഘോഷങ്ങളായാലും എന്ത് പ്രവർത്തികളാണെങ്കിലും ഒന്ന് ക്ലീനിങ്, ഒരു ക്ലെൻസിങ് നടത്തിയിട്ടാ പുതിയതിൽ ഒന്നിലോട്ട് കടക്കുക. പക്ഷെ നമ്മൾ പുതിയ വർഷങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെ മാത്രം ക്ലെൻസ് ചെയ്യുന്നില്ല, നമ്മളിലുള്ള അഴുക്കുകളെ കളയുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഞാൻ മാറുന്നില്ലല്ലോ, എന്നിൽ മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക. ആക്ച്വലി എന്തുകൊണ്ടാണ് മാറാത്ത? ഈ അഴുക്കുകളെല്ലാം നമ്മൾ ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ലൈഫ് മാറുക എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇനി നിങ്ങൾ എൻ്റെ അടുത്തല്ല, ഏത് കോച്ചിൻ്റെ അടുത്തോ ട്രെയിനർ അടുത്തോ ഏത് വലിയ ആളടുത്ത് പോയാലും ഒരു മനുഷ്യന്റെ എല്ലാ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരാളെ കൊണ്ടും പറ്റൂല. ഇനി അങ്ങനെ പരിഹരിച്ചാലും അടുത്ത പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം 2024 നമ്മൾ വിചാരിക്കണം എന്താ? എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ, എന്നിട്ട് എൻ്റെ ജീവിതം പുതിയതായിരിക്കും. ആ ഒരു കാലത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലം ഇല്ല മക്കളെ, അങ്ങനെ ഒരു കാലമേ ഇല്ല. ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാ പ്രശ്നവും മാറിയിട്ട് അവര് പുതിയൊരു ജീവിതം? ഇല്ല. അപ്പോഴേക്ക് അടുത്ത പ്രശ്നം വന്നിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങളെയെല്ലാം മാറ്റാൻ വേണ്ടി നോക്കേണ്ടത്, എന്ത് പ്രശ്നം വന്നോട്ടെ അതിനെ നേരിടാൻ പാകത്തിൽ നമ്മളായാൽ മതി. നമ്മളെ മാറ്റിയാൽ മതി, നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ മതി. ഈ മാനസിക നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ മാറ്റമല്ല വേണ്ടത്, മൈൻഡ് സെറ്റിൽ, മാനസിക നിലയിൽ മാറ്റം വരുത്തിയാൽ മതി. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നിങ്ങളെ മനസ്സിലുള്ളതിന് ആദ്യം നിങ്ങൾ വിട്ടുകളയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. വിട്ടുകളയാൻ വേണ്ടി തീരുമാനിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, പെന്നിലും പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതിനെന്ത് ചെയ്യുക? മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. കണ്ണടച്ചിട്ട് ഞാൻ ഇതിനെ കംപ്ലീറ്റ്ലി വിട്ടുകളയാണ്, ഐ ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ഐ ലെറ്റ് ഇറ്റ് ഫ്ലോ എന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളെ മൈൻഡിനോട് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതേപോലെ ചില വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, മനസ്സിൽ കിടന്നത് കളിക്കാണ്, ഒരിക്കലും വിട്ട് കളയാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ കാര്യത്തിനെ വിശദീകരിച്ച് പേപ്പറിൽ എഴുതാം. നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നുന്നുണ്ടോ, വാശി തോന്നുന്നുണ്ടോ, സങ്കടം തോന്നുന്നുണ്ടോ, എന്തായിക്കോട്ടെ അതെല്ലാം എഴുതുക. നിങ്ങളും നിങ്ങളെ പേപ്പറും മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. എഴുതിയിട്ട് എന്ത് ചെയ്യുക? അതിനെ ജസ്റ്റ് ബേൺ ചെയ്ത് കത്തിച്ച് കളയുക. ആ കത്തിച്ച് കളയുന്ന സമയത്ത്, ബേൺ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കുന്നത്, നിങ്ങളെ മൈൻഡിലുള്ള എല്ലാ സങ്കടത്തിനെയും ദേഷ്യത്തിനെയും വാശിയെയും നിങ്ങൾ എടുത്തിട്ട് പേപ്പറിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിനെ ഇല്ലാണ്ടാക്കി കളയാണ്. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ വിചാരിക്കുക? നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് ഓക്കെ, ഇത് കത്തി കരിഞ്ഞു പോയി, ഇത് ഇല്ലാണ്ടായിട്ടുണ്ട്, ഒരു നെഗറ്റീവ് ഇമോഷൻ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലോട്ട് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിന്ന്, ഐ ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ഐ ലെറ്റ് ഇറ്റ് ഫ്ലോ എന്നാണ്. നമ്മൾ ഒഴുകണം എന്നുണ്ടെങ്കിൽ, പറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിട്ടുകളയാനും നമ്മൾ തീരുമാനിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കുക. പെന്നും ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് അതിനെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ആ കാര്യത്തിനൊന്ന് മനസ്സിൽ ചിന്തിക്കുക. അപ്പം നമ്മളൊക്കെ മനസ്സിലോട്ട് ഇങ്ങനെ ഓർമ്മ വരും, എന്തൊക്കെയാണ് ആ കാര്യം ഇങ്ങനെ ഓർമ്മ വരും. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പക്ഷിനൊക്കെ പറത്തി വിടുന്ന പോലെ ഐ ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ഐ ലെറ്റ് ഇറ്റ് ഫ്ലോ. ഞാൻ അതിനെ കംപ്ലീറ്റ്ലി കളഞ്ഞിരിക്കുന്നു. എന്തിന്? എനിക്ക് മുന്നോട്ട് ഒഴുകാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഒരു അഫർമേഷൻ കൊടുക്കുക. അതേപോലെ എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് പേപ്പറിൽ എഴുതുക. എഴുതിയിട്ട് അതിനെ ബേൺ ചെയ്ത് കളയുക. ആ സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു ഭാരം, നിങ്ങളെ വെയിറ്റ് കുറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യും.
നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും. മനസ്സിലെ ഈ ഭാരങ്ങളെല്ലാം എടുത്ത് കളഞ്ഞതുകൊണ്ട് തന്നെ മൈൻഡ് ഒരുപാട് ഫ്രീ ആയിരിക്കും. സമാധാനത്തിൽ ഇരിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഓവർ തിങ്കിങ്ങും പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. പക്ഷെ വെറുതെ ഇരിക്കുമ്പോൾ സമാധാനമാണ് ശരിക്കും കിട്ടേണ്ടത്. പക്ഷെ പല ആൾക്കാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റാത്തത് ഇങ്ങനെ പഴയത് ഓർമ്മ വന്നുകൊണ്ടാണ്. നിങ്ങളുടെ ലൈഫ് അത്രയും ഈസി ആയിട്ട് മാറും. ഇത്രയും ഭാണ്ഡക്കെട്ടുകളെ മുന്നോട്ട് അതിനെ കൊണ്ട് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിന്റെ താളം നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളോട് കരുണയുള്ള ആളായിട്ട് മാറുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ വിട്ട് കളയുക. ഞാനിപ്പം പറഞ്ഞിട്ടുള്ള തെറാപ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഈ മെത്തേഡുകൾ നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പം ഇങ്ങനെ ഈ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തിയിട്ട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ള ഇതിൽ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ജേണലിങ്ങും കാര്യങ്ങളും ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് ക്ലെൻസിങ് ചെയ്ത് ലൈഫ് ഇപ്പോൾ ഫ്രീ ആയി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഈ സെഷനിൽ തന്നെ ഇരിക്കുന്നുണ്ട്, എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പം അവരൊക്കെ ആയാലും ഞാനായാലും മുന്നേ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തുന്നതിൻ്റെ മുന്നേ ലൈഫിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോഴേക്ക് ആദ്യം തളരും, അല്ലെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. പക്ഷെ ഇപ്പോൾ പ്രശ്നങ്ങൾ മാറിയതല്ല, മനസ്സ് മാറിയപ്പം, മനസ്സ് ഒന്നുകൂടെ വിശാലായി, മനസ്സ് ഒന്നും കൂടെ കരുത്തുള്ളതായി മാറിയപ്പം പ്രശ്നം വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, അതേപോലെ ഇവർക്കും ഒരു പ്രശ്നമില്ല. നമ്മളത് ബാധിക്കുന്നില്ല. നമ്മളിങ്ങനെ ആ പ്രശ്നത്തിന് ഇങ്ങനെ മാറി നിന്ന് നോക്കുകയാണ്. ഈ പ്രശ്നം ഇപ്പൊ എന്തിനാ വന്നത്, ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത്, ഇതിൽ നിന്ന് എന്താണ് എനിക്ക് എടുക്കാനുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്ത് രസമാണ് ആലോചിച്ചൊക്കെ. പണ്ട് നമ്മളും പ്രശ്നവും ഒന്നാണ് കേട്ടോ, അതിലിരുന്ന് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊന്ന് മാറിയിരുന്നിട്ട് ഈ പ്രശ്നം എന്താ തന്നെ അല്ലെ, പ്രശ്നമേ നീ എന്നെ തൊടണ്ട, തൊട്ടിട്ട് കാര്യമില്ല, ഞാൻ നിന്നെക്കാളും മുകളിലാണ് എന്നാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ്. പ്രശ്നത്തിനേക്കാളും എത്രയോ മുകളിലാണ് നമ്മളും നമ്മുടെ മാനസികാവസ്ഥയും. അപ്പം പ്രശ്നങ്ങളെ മാറ്റാൻ നോക്കുന്നതിനപ്പുറം നിങ്ങൾ ഒരു പുതിയ വർഷത്തിലോട്ട് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ മൈൻഡിലുള്ള വേണ്ടാത്തതിനെ വിട്ട് കളയുക, നിങ്ങളെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കി മാറ്റുക, നിങ്ങളെ ചിന്തകളിലും ഒക്കെ മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറും. നമ്മൾ എന്താണോ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി പറയുന്ന ഒരു കാര്യമുണ്ട്, എ മാൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് തോട്ട്, വാട്ട് ഹി തിങ്സ് ഹി ബിക്കം. ഒരു മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത് അതാണ് അവനായി മാറുന്നത്. അതന്നെ അവൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പം ഇന്നലെയോ മിനിയാന്നൊക്കെ ചിന്തിച്ചതാണ് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നത്. ഇനി മുതൽ നിങ്ങളുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലും മൈൻഡ് സെറ്റിലും ആദ്യം മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമ്മൾ പല ആളുകളും പറയാറുണ്ട്, നമ്മൾ ഇങ്ങനത്തെ കുറേ സെഷൻസ് കേട്ട് നമുക്ക് കാര്യം മനസ്സിലായി, പക്ഷെ നമ്മൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക്ഷോപ്പ് വെക്കുന്നതും കോഴ്സസ് വെക്കുന്നതും കോച്ചിങ്, പേഴ്സണൽ കോച്ചിങ് വെക്കുന്നതും ഒക്കെ. അതിൽ നിങ്ങളെ കൂടെ ഇരുന്നിട്ട് നിങ്ങളെ പ്രശ്നം എന്താ നോക്കിയിട്ട് അത് നമ്മൾ എന്താണ് എക്സസൈസ് ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ മൈൻഡ് സെറ്റിൽ മാറ്റം ഉണ്ടാക്കുമ്പം നിങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഗൈഡോ മെൻറ്ററോ കോച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈൻഡ് സെറ്റ് ഫുള്ളായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയൊരു ലൈഫിലോട്ട് കടക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിൻ്റെ റിയൽ എക്സാമ്പിളാണ് ഞാനും. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള നമ്മുടെ സജാദ്. അപ്പം ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ഇതിന് തിയറി ബേസ് പോലെ പറയല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ സജാദിൻ്റെ ലൈഫിലും സജാദിനുണ്ടായുള്ള എക്സ്പീരിയൻസ് സജാദ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അതുമാത്രമല്ല സജാദിന് നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ സജാദിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സജാദ്, വെൽക്കം. ഒരു മിനിറ്റ്. കേൾക്കുന്നുണ്ടോ? ആ യെസ്, കേൾക്കുന്നുണ്ട്. സെറ്റാണ് കേട്ടോ, പറഞ്ഞോളൂ. ഓക്കെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നിങ്ങളെ പോലെ തന്നെ ഒരാൾ തന്നെ ഞാനും. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കേട്ട്, അപ്പൊ ഞാനിപ്പോ മുന്നേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം. പഴയ കാലങ്ങൾ, മുന്നേ കഴിഞ്ഞു പോയ സമയങ്ങൾ, ആ സമയത്ത് നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം. പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ അനുഭവിച്ച വേദന, ആ ഒരു പ്രശ്നം നമ്മളിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അതായത് ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ കുടുങ്ങി. അതായത് പിന്നെ ഇനി എന്താ ചെയ്യാ, ഇതിനോട് തീർന്നോ, അല്ലെങ്കിൽ എന്താ പറയാന്, ഈ ഇനി അങ്ങോട്ടൊന്നും ഇല്ലേ, ഇങ്ങനെ പല ചിന്തയും. കാരണം ഇതെന്താ എനിക്കും മാത്രം ഇങ്ങനെ, കാരണം എന്ത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇത് എനിക്ക് മാത്രം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പ്രശ്നം വരുന്നത് പോലെ ഫീൽ ചെയ്യാം. അപ്പോ ഇപ്പൊ എന്താ പറയാ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവല് നല്ലതാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് പണ്ടേ. പക്ഷെ ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം വെച്ചാല് എപ്പൊ നോക്കുമ്പോ ഇങ്ങനെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ഒന്ന് കഴിയുമ്പോ ഒന്ന്, ഒന്ന് കഴിയുമ്പോ ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാം? പറയുന്നതൊക്കെ ഇങ്ങനെ പറയാലോ എന്ന രീതിയിലല്ലാന്ന് എനിക്ക് തോന്നല്. അങ്ങനെ അവസാനം ലാസ്റ്റ് ഒരു വലിയ ഈ ഒരു വർഷം തന്നെയാണ് 2024 മെയ് മാസം എന്റെ ലൈഫിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി. ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ ടോട്ടലി ഒറ്റപ്പെട്ടു. കാരണം വെച്ചാല് എന്താ ചെയ്യേണ്ടത്, കാരണം ഇതിങ്ങനെ ആയാൽ ശരിയാവൂലല്ലോ. കാരണം എന്റെ ലൈഫ് മൊത്തം എന്തോ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മൊത്തം എല്ലാവരുമായിട്ട് കണക്ഷൻ, അതായത് മൊത്തം ആരെയും വിളിക്കല് പറയലില്ല. ഒന്ന് 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 ഞാൻ ഒറ്റയ്ക്കൊന്ന് കുറച്ച് നാള് ഒന്ന് ജീവിച്ചു നോക്കട്ടെ എന്ന രീതിയിൽ ഞാൻ മാറി. അങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എന്താ ഇങ്ങനെ, ഇതിനൊരു പരിഹാരം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോവാ, എന്റെ ജീവിതം എന്താ ആവാ, ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഒരു വീഡിയോ ഇങ്ങനെ ഞാൻ കാണുന്നത്. യൂട്യൂബിൽ ഒരു വീഡിയോ ഇങ്ങനെ ഞാൻ കാണുന്നത്. ഈ ശാല എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിന്റെ ആ ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ആ വീഡിയോ ഇങ്ങനെ കണ്ട സ്പോട്ടിൽ എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഇതിനു മുന്നേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാല് എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് ദേഷ്യം പിടിക്കല. അത് കാരണം എനിക്ക് ഒരു കൺട്രോളും ഉണ്ടാവില്ല ദേഷ്യം പിടിച്ചത്. കാരണം ദേഷ്യം പിടിക്കുന്നത് പോലും അറിയുന്നുണ്ടാവില്ല. കാരണം നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ടാവുക. പക്ഷെ ഞാൻ എത്ര ആലോചിച്ചിട്ടും അതിനെ, ഓക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ദേഷ്യം പിടിക്കൽ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ എനിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതെന്നെ അങ്ങ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എന്താ പറയാ, ഈ കാര്യം എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ പറ്റുന്ന രീതിയിൽ ആരോട് ഇത് പറയേണ്ടത് അറിയില്ല, ആരോട് പറഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റാന്ന് അറിയില്ല. മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തു, പക്ഷെ ഒരു കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ ഇതന്നെ ആയിരിക്കാം ഒരുപക്ഷെ എന്റെ ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ ഒരു പ്ലേസ്. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ കണ്ട സ്പോട്ടിൽ അതിന്റെ അടിയിലുണ്ടായി നമ്പർ ഉണ്ടായി. ആ നമ്പർ എടുത്ത് ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ച് കാര്യം പറഞ്ഞ് ഇങ്ങനെയാന്ന്. ഓക്കെ അന്നേരം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ ഞാൻ ഈ സമയത്ത് വിചാരിക്കുന്നത് അന്ന് ആ ഒരു പ്രശ്നം അവസാനം ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാരണം ആ ഒരു പ്രശ്നം സംഭവിച്ചതിനാലാണ് ഞാൻ എന്നൊരു വ്യക്തി ഇപ്പോ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാനോ ഇതിനെല്ലാം ഒരു കാരണമായത്. അത് മാത്രമല്ല എന്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയി. അതായത് മുന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കല് ദേഷ്യം പിടിക്കാതാണല്ലോ ഇത് എനിക്ക് മാത്രം ഉള്ളതാണോ. പക്ഷെ എല്ലാവരും പറയടെ ദേഷ്യം പിടിക്കാത്ത ആളില്ല. എന്റെ സ്ലാങ് ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടോ അറിയില്ല. ഞാൻ കണ്ണൂർ എന്റെ മനസ്സിലാകുന്നില്ല എല്ലാവർക്കും അല്ലെ. അപ്പൊ ഞാൻ പറയാന് എല്ലാവരും പറയട്ടെ ദേഷ്യം പിടിക്കൽ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എന്ന് പറയും. പക്ഷെ ഞാൻ പറയട്ടെ എന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കൺട്രോളും ഇല്ല. അപ്പൊ ഇത് ആരോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. കാരണം എന്റെ ദേഷ്യത്തിന്റെ തീവ്രത എന്താന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം എന്റെ കൂടെ ചുറ്റി എന്റെ അടുത്ത് നിൽക്കുന്ന ക്ലോസ് ആയിട്ട് എന്റെ വൈഫ്, എന്റെ എന്റെ ഉമ്മ, എന്റെ സിസ്റ്റർ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ എന്റെ ദേഷ്യം കണ്ടിട്ടുള്ളൂ. അവരുടെ അടുത്ത് മാത്രമേ ദേഷ്യപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള ആളത്തെല്ലാം ദേഷ്യം പിടിച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ചാലും മതി വേണ്ട എന്നുള്ള രീതിയിൽ ആക്കാൻ പറ്റുന്നു. പക്ഷെ എന്റെ ക്ലോസ് ആയി നിൽക്കുന്ന ആളടുത്ത് എനിക്ക് ഒരിക്കലും ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താന്ന് എനിക്ക് അറിയുകയും ചെയ്യില്ല. അങ്ങനെ എന്താ പറയാ, ഞാൻ എന്തോ പറയുന്നതിന്റെ ഇടയിൽ ഇങ്ങോട്ട് എത്തി. ഞാൻ പറയാ എല്ലാവരോടും പറയുന്ന സമയത്ത് ഇങ്ങനെ പറയും ദേഷ്യം എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത സമയത്തു അവര് പറയും എടാ ഇത് ഓക്കെ ഇത് എല്ലാവരുടെ അടുത്തും ഉള്ളത് തന്നെയാണ്, നീ എന്തിനാ ഇതിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസം, ഞാൻ അനുഭവിക്കുന്ന വേദന, അത് ആർക്കും എന്നെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവസാനം അൽഹംദുലില്ലാ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞ് ഞാൻ അങ്ങനെ അന്നേരം തന്നെ ഇവർ എന്നോട് പറഞ്ഞിട്ട് ജി സി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ജി സി അറ്റൻഡ് ചെയ്ത് ഏകദേശം ഒരു 100 ദിവസത്തെ ഇതുണ്ടായി, പ്രാക്ടീസ് ഉണ്ടായി. അത് ഒരു 60 ഡേയ്സോളം ഞാൻ ചെയ്ത് പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്റെ വർക്ക് കാര്യങ്ങൾ ഇതെല്ലാം തിരക്കായിട്ടുള്ളൂ. പക്ഷെ എന്നാലും 60 ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു 5-10 ദിവസം കൊണ്ട് എനിക്ക് നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. കാരണം എന്റെ കാഴ്ചകൾ ഞാൻ കണ്ടുകൊടുക്കുന്നത്, ഞാൻ എന്റെ ചുറ്റിലുള്ള ആൾക്കാരുടെ കാണുന്ന കാഴ്ചകൾ, കാരണം ഞാൻ ഡെയിലി കണ്ടുകൊടുക്കുന്നത് തന്നെയാണ്. പക്ഷേ എനിക്ക് അതിലെല്ലാം ഒരു മാറ്റം ഫീൽ ചെയ്യുന്നു. എന്താന്ന് എനിക്കറിയില്ല. എല്ലാം കാണുന്നില്ല ആൾക്കാരെല്ലാം പ്രത്യേകം അവരോട് സംസാരിക്കുന്നതിന്റെ രീതി മാറി. ഒരു 10 ദിവസത്തോളം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ അന്നേരം തന്നെ ഞാൻ ഇവർക്ക് മെസ്സേജ് പറയാം കാരണം ഞാന്
എന്താ പറയാ, എനിക്ക് എന്തെല്ലോ ഫീൽ ചെയ്യുന്നുണ്ട്, എന്തെല്ലോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതാണോ എന്താണെന്ന് അറിയില്ല, അല്ല നിങ്ങളെ ഇത് ട്രെയിനിങ് ചെയ്യുന്നതിന്റെ ഇതാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ നല്ലൊരു കാര്യം മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. കാരണം ഈ ചെയ്യുന്നതിനാൽ ഞാൻ അനുഭവപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. അത് അനുഭവിച്ചെന്ന് അറിയണമെന്ന് ഞാൻ എനിക്ക് പറയാൻ കഴിയും. കാരണം അത് അത്രയും ഒരു വലിയൊരു സംഭവമാണ്. അതായത് എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുള്ള ശീലമില്ല. ഒന്നാമത് എന്റെ തൊണ്ടയില പറ്റി മൊത്തം എന്താ പറയാ, വായലുണങ്ങിപ്പോയി. പറഞ്ഞാല് എത്ര പറഞ്ഞാലും തീരൂല. കാരണം വെച്ചാല് ഏഹ് ഈ ഇത് എന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ഞാൻ ഫുള്ളായിട്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ഒരാളൊന്നുമല്ല. പക്ഷെ എന്നാലും എന്നിലൊരു നല്ല മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഞാൻ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കാന്ന്, ഇനിയും മാറ്റങ്ങൾ വരുത്തിക്കാറുണ്ട്. അത് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ മനസ്സിലാകാൻ തുടങ്ങി. കാരണം ഇതിപ്പോ നമ്മളൊരു കൗൺസിലർ അടുത്ത് പോയി, ഞാൻ കൗൺസിലർ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ, കൗൺസിൽ ചെയ്യാൻ പോയിട്ടുണ്ട്. അത് ദേശത്തിന്റെ മാറാനെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യം ഉണ്ടായിട്ടില്ല. കാരണം അവർക്കൊന്നും മാറ്റാൻ പറ്റൂല. കാരണം ഒരാളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഇത് നമ്മൾ തന്നെ സ്വയം മാറേണ്ട കാര്യം. ഇതിപ്പോ ഞാന് ഇനി എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ ഒരു പ്രശ്നം വന്നാലോ, എന്ത് തന്നെ എന്റെ ജീവിതത്തിലേക്ക് വന്നാലും അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് എനിക്ക് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് മനസ്സിലാക്കാനോ അവരോട് ചോദിച്ച് പരിഹരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇത് ഞാൻ തന്നെ സ്വയം എങ്ങനെ ഇത് സോൾവ് ചെയ്യും, ഇത് എന്താണ്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. കാരണം ഒരു പ്രശ്നം സംഭവിക്കാൻ എന്തായാലും ഒരു കാരണം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കാൻ ഒരു കാരണം ഉണ്ടാവും. ആ കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ എന്ത് തന്നെ ആയാലും നമുക്ക് ആ പ്രശ്നം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിക്കലും നമ്മൾ മറ്റൊരാളടുത്ത് പോയി സ്ഥിരമായി ഒരു പ്രശ്നം വന്ന് ചോദിച്ച് അവരോട് പറഞ്ഞു ഓക്കെ അന്ന് അങ്ങനെയല്ലേ നല്ല പോലെ നമ്മൾ സോൾവ് ആക്കി, പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ രണ്ടാമത് നമുക്ക് വേറൊരാളടുത്ത് പോകേണ്ടി വരും. ആ പോകുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് പോയി നമ്മളെ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു കാര്യമല്ല. അതായത് നമുക്ക് എപ്പോഴും അത് സുഖമായി തോന്നൂല. കാരണം നമ്മളാണ് നമ്മളെ ലൈഫിനെ നയിക്കുന്നത്, നമ്മളെ ജീവിതത്തിനെ നമ്മളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോ അതിനുള്ള പരിഹാര മാർഗങ്ങളും കാര്യങ്ങളും ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ എന്താ പറയാന് അത് അറിഞ്ഞിരിക്കണം, അത് മനസ്സിലാക്കിയിരിക്കണം. ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാല് നമ്മളെ മനസ്സിന്റെ പവറാണ്. ഇതൊന്നും എനിക്ക് അറിയില്ല. മനസ്സ് എന്താണെന്ന് സത്യത്തിൽ അറിയാത്ത ഒരാളാണ് ഞാൻ. എന്താ മനസ്സ്? ഞാനും നിങ്ങളും എല്ലാ ആൾക്കാരും സ്ഥിരമായിട്ട് ഈ അഫർമേഷൻ അതുപോലെ തന്നെ എന്താ പറയാ വിഷ്വലൈസേഷൻ എന്നെല്ലാം പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെല്ലാം എന്താ സംഭവം. മുന്നേ എനിക്ക് കേട്ടറിവുണ്ട്, യൂട്യൂബിലെല്ലാം വീഡിയോസ് എല്ലാം കണ്ടു, പക്ഷെ ഇതെന്ത് സംഭവം എന്ന് അറിയില്ല. അപ്പൊ ഞാനും നിങ്ങളും നിങ്ങളടക്കം ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഇതെല്ലാം ഇപ്പോ വിഷ്വലൈസേഷനോ അഫർമേഷൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ബട്ട് അതെല്ലാം നെഗറ്റീവ്സ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നെ സ്വയം വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങൾ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ നമ്മളോട് തന്നെ ഒരു മണിക്കൂർ ഫ്രീ ആയി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല, ഒരു മണിക്കൂർ നമ്മൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനും തന്നെ ഞാൻ എന്ന വ്യക്തിയോട് പലതും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളായാലും പ്രയാസങ്ങളായാലും അത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മനസ്സെന്ന ഒരു സംഭവമുണ്ട്. അതിൽ കിട്ടിയ കാര്യങ്ങളാണ് നമുക്ക് തരാൻ പറ്റും. അതിന് വേറൊന്നും പ്രത്യേകിച്ച് തരാൻ പറ്റില്ല. എന്തൊക്കെ അതിന് കിട്ടിയിട്ടുണ്ടോ അത് എന്താ പറയുന്നത്, അതിൽ നിന്നാണ് നമുക്ക് ഉത്തരങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ എന്താക്കും, ഒരു പ്രശ്നം വന്നെന്താ അപ്പൊ എന്നോട് പറയും എന്താണ് ഇതിന്റെ കാര്യം ഇങ്ങനെ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. ഈ കാര്യം നമ്മോട് ഇങ്ങനെ പറയൂ, ഈ പറയുന്നത് എന്നൊരു അഫർമേഷനാണ്. ഈ കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം വരും ഇത് പറയൂ, അടുത്തൊരു പ്രശ്നം വരും ഇത് നമ്മളൊരു സ്ഥിരം ഇങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ അത്തരത്തിലായി മാറും. ഓക്കെ, നമ്മളൊന്നിനും കൊള്ളാത്ത, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്താ പറയാ എല്ലാരും ഓക്കെ ഞാനെന്തോ ഒരു ഒന്നിനും കൊള്ളാത്ത എന്നുള്ള അങ്ങനത്തെ പലതും ഇങ്ങനെയുള്ള എന്താ പറയാ അഫർമേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ സെയിം സാധനം നമ്മൾ ഒന്ന് ജസ്റ്റ് തിരിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതി. ഇതാണ് അഫർമേഷൻ എന്ന് പറഞ്ഞ കാര്യം. കാരണം നമ്മൾ പറയുന്ന കാര്യത്തില് നമ്മൾ സ്വയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തില് ഒന്ന് അവെയറാ. കാരണം ഞാനൊരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിനോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ എന്താണ് അതിനോട് പറയുന്നത്. പെട്ടെന്ന് പറയും ഇതെന്താ ഇങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഓക്കെ അതിനെ ജസ്റ്റ് കാണാം. ഓക്കെ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ആ കാരണം കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് എന്നെ എന്തോ പഠിപ്പിക്കാനായിരിക്കാം ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് പഠിക്കാനുള്ളതും ഉണ്ടാവും, എനിക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കാനുള്ളതും ഉണ്ടാവും. ഇത് ചെയ്യുക, ആ പ്രശ്നം സോൾവ് ചെയ്യുക, മനസ്സിനോട് പറയാം ഓക്കെ ഇതൊരു പ്രശ്നമല്ല. കാരണം പ്രശ്നത്തിനെക്കാട്ടിയും വലുത് ഞാൻ എന്ന വ്യക്തിയാണ്. ഒരിക്കലും നമ്മളൊരു പ്രശ്നത്തിന്റെ ഉള്ളിൽ വീണിട്ട് പ്രശ്നം വലുതും നമ്മളൊരു ഒരു ചെറിയൊരു പൊടി എന്താ പറയുക ചെറിയൊരു
പോയിന്റ് പോലെ ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നത്തിന് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. പ്രശ്നം സംഭവിച്ച ഓക്കെ ഞാനാണ് മുന്നില്, അതായത് പ്രശ്നം ഇനി സോൾവ് ചെയ്താലും ഈ പ്രശ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാം ഞാൻ എന്ന വ്യക്തി ഉണ്ടായാലേ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും ഫ്യൂച്ചറിൽ. അപ്പൊ അതിനു വേണ്ടിട്ട് എന്തായാലും നമ്മൾ ആ ഒരു പ്രശ്നത്തിന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി നിൽക്കുക. അതായത് നമ്മളൊരു ഇപ്പോ വേറൊരാളോട് പോയിട്ട് പറയില്ല എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടടാ എന്ന് പറയുമ്പോൾ അവര് നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞുതരും. അവര് സൊല്യൂഷൻ എന്ന പോലെ, അല്ലെങ്കിൽ അവര് ഒരു സമാധാനിപ്പിക്കുന്ന പോലെ നമ്മളോട് പറയും. ഈ പറയുന്ന വാക്കുകൾ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി നമുക്ക് പറയാൻ പറ്റണം, ഓക്കെ അത് സംഭവിച്ചത് കുഴപ്പമില്ല, നോ പ്രോബ്ലം, അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് അത് ചെയ്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന രീതിക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ നമ്മളെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇത്തരത്തിലായിരിക്കണം കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. ഇത് ഞാൻ എന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഈ ഒരു 5-8 മാസം കൊണ്ട്, 6-7 മാസമായി ഈ സമയങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം, അത് നമുക്ക് എന്താ പറയാന് നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നു പറയുന്നത് വെറുതെ അല്ലാന്ന് എനിക്ക് ഈ സമയത്ത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത്രയും പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനും അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാനും, ഓക്കെ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാ അനുഗ്രഹങ്ങളാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയും പ്രയാസത്തിലൂടെ ഞാൻ കടന്നു വന്നത് കൊണ്ടാണ്. അതായത് പ്രയാസങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, കാരണം ഇറ്റ്സ് ഓക്കെ, ഇത് എല്ലാത്തിനോടും ഞാൻ ഇന്ന് നന്ദി പറയാം. കാരണം എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിനോ അതിനോടൊക്കെ ഞാൻ അത് അങ്ങേയറ്റം ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. കാരണം എന്റെ റബ്ബ് എന്നെ ഇത്തരത്തിലൊന്ന് ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ശരിയായ ഒരു എന്താ പറയാ കൃത്യമായ ഒരു കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത്. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും, ഓക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇനി ഇതെല്ലാം സംഭവിച്ച നാളെ എന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവൂല എന്നാരും വിചാരിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനും അതിനെ കാണാനും, അത് ഓക്കെ ഇത് ഒരു ടേണിംഗ് പോയിന്റ് ആവാം, ഒരു പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടേണിംഗ് പോയിന്റ് ആവാം, അല്ലെ ഒരു ഒരു അനുഗ്രഹം ആവാം. കാരണം വെച്ചാല് നമുക്ക് അറിയാൻ പറ്റില്ല ഭാവി എന്താന്നുള്ളത്, അല്ലെ. എന്റെ ആ ഒരു പ്രശ്നം ഈ ഞാൻ പറഞ്ഞ ഈ മെയ് മാസത്തിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ പ്രശ്നം അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്, അല്ലെ. വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുന്ന സമയമാണ്, ഒറ്റപ്പെടുന്ന ലൈഫിൽ ഒറ്റപ്പെടാന്ന് പറഞ്ഞാലുള്ള ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ആ ഒരു സമയത്ത് ഞാൻ അത്രയും വിഷമിച്ചു പോയിട്ടുണ്ട്. കാരണം ഇത് എന്താ കഴിഞ്ഞോ ഇവിടെ, ഞാനെല്ലാം തീർന്നോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇന്ന്, അതായത് ഭാവി കാണാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ, അതുകൊണ്ട് നമ്മൾ അന്ന് ഒരുപാട് ചിന്തിച്ചു. പക്ഷെ ഈ സമയം വരെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ ഒരു സമയത്ത് സംഭവിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു അനുഗ്രഹമാണ് എന്ന്. അതായത് ഞാൻ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതിന്റെ അത്രയും ഞാൻ അതിനെ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് കൊണ്ടാണ് ഇത് പറയുന്നത്, റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. കാരണം അത്രത്തോളം ഞാൻ സന്തോഷത്തിലാണ് ഈ സമയത്തുള്ളത്. കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് നോക്കിക്കണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരുപാട് ഞാൻ എന്താ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യും, എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇതിന് GC ചെയ്ത് പറ്റുന്ന പോലെ എനിക്ക് എന്താണോ ടാസ്ക് ആ ടാസ്ക് ഞാൻ മൊത്തം ഞാൻ എന്നെ അങ്ങ് സമർപ്പിക്കുകയില്ല. കാരണം വെച്ചാല് ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. കാരണം ഇത് എന്റെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണ് എന്ന് പറയുന്നത് പോലെ ഇതും കൂടി രക്ഷയില്ല, ഇതിലും കൂടി എനക്കൊന്നും മാറാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പക്ഷെ എനിക്ക് മാറാൻ പറ്റില്ല എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ ഞാൻ പറയാന് എല്ലാ കാര്യങ്ങളും എന്ത് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളെ മനസ്സിന് നല്ലൊരു കരുത്തുണ്ടായി കഴിഞ്ഞാൽ അതിനെ കൂളാക്കി എടുക്കാനും ആ സമയത്ത് നമ്മളൊരു സാധാരണ നോർമൽ മൈൻഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസും അതിനുള്ള മാർഗങ്ങളെല്ലാം നമ്മളെ മനസ്സിൽ തന്നെ നമുക്ക് കൊണ്ടുതരും. നമ്മൾ വേറെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളൊരു പ്രശ്നത്തിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും, അല്ലെ. ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും, നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം എന്തുവാം. അത് പോസിറ്റീവിൽ എത്തിക്കലാണ് നമ്മളെ ടാസ്ക്. നമ്മൾ ആ തരത്തിലേക്ക് എത്തിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. കാരണം നമ്മളെ മനസ്സിന് ഒരുപാട് പവർ ഉണ്ട്, ചെറിയ കാര്യങ്ങളൊന്നല്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഈ സമയം വരെ നിങ്ങളതായാലും എന്റേതായാലും സംഭവിച്ചിട്ടില്ല. അത് നമ്മളെ റബ്ബ് ആ ചിന്ത എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ഇതിന് കൊടുത്തൊരു പവറാണ്. ആ പവർ നമ്മൾ മനസ്സിലാക്കിയാൽ ഓക്കെ നമുക്കത് മനസ്സിലായി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിന്തകൾ ഇല്ലാത്ത ഒരു മനുഷ്യന് ഈ ലോകത്തില്ല, അല്ലെ. നമ്മൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 60,000 70,000-ഓളം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതില്
എത്രയോ ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആവശ്യമില്ലാത്ത, കാരണം നമ്മൾ പോലും അറിയാത്ത ചിന്തകൾ നമ്മളെ ഉള്ളിലൂടെ കടന്നു പോകുന്നു. അത് പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഫീഡാണ്. നമ്മുടെ ബോധത്തിന് മാത്രമേ അറിയാത്തതുള്ളൂ. മനസ്സിന് അത് 70,000 ചിന്ത നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ 70,000 ചിന്തയും അവിടെ ഫീഡായി, അതായത് സേവ് ആയി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയാന്, അപ്പൊ ആ ചിന്തകളെ നമ്മൾ പോസിറ്റീവ് ആക്കി കൊണ്ടുവരാം. അതായത് നമ്മളൊന്ന് ജസ്റ്റ് അതിനെ ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അല്ലാണ്ട് എന്താ പറയാ, ഇനി ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കൂല, ഞാൻ പോസിറ്റീവേ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ട്രെസ് ഒന്നും എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്ത ഒരാളുമല്ല. ചെറിയ രീതിയിൽ, കാരണം എന്റെ ചിന്ത എന്താണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചിന്തിക്കുന്നു, ഓക്കെ, ആ ചിന്തിക്കുന്ന കാര്യത്തിനെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്തരത്തിലാണ് ചിന്തിക്കുന്നത്, ഓക്കെ, അതിനൊന്ന് മാറ്റണം. ഞാൻ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റണം. ഓക്കെ, ഇതിനെ കാണുന്ന രീതി മാറ്റാം. അത്തരത്തിൽ ചെറിയ രീതിയിൽ ചെറുങ്ങനെ 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 മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാല്, അതായത് പല തുള്ളി പെരുവെള്ളം എന്നെല്ലാം പറയുന്നത് പോലെ ചെറിയ കാര്യങ്ങൾ മതി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി. ഇതെല്ലാം എന്താ പറയാ, ഒരുപാട് ഞാനും കേട്ടതാണ്. നിങ്ങൾക്ക് ഇതൊരു പഴഞ്ചൊല്ല് പോലെ തോന്നുന്നുണ്ടാവും. ഞാനും ഇത് മുന്നേ ഒരുപാട് കേട്ടതാണ്. പല തുള്ളി പെരുവെള്ളം, ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നെല്ലാം ഞാൻ ഒരുപാട് കേട്ടതാണ്. പക്ഷെ ഇപ്പൊ കേട്ടത് മാത്രമല്ല, ഇപ്പൊ ഞാൻ അത് അനുഭവിച്ച് നിൽക്കുന്ന ഒരാളാണ്. എനിക്കത് മനസ്സിലായ ഒരാളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ഇതിലൊന്നും എത്തിപ്പെടാനും ഇങ്ങനെ സംസാരിക്കാനും ഉള്ള ഒരാളൊന്നും ആണ് വിചാരിച്ച ഒരാളല്ല ഞാൻ മുന്നേ. എന്റെ ഒരു വർഷം ബാക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഇത്തരത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ല. എല്ലാം മനസ്സിൽ ഉള്ളിലുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് പറ്റൂല എന്ന് ഞാൻ നിരന്തരം എന്നോട് തന്നെ പറഞ്ഞു പറഞ്ഞ് ഞാൻ എന്നെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ദേഷ്യം പിടിക്കുന്ന ആളാണ്, ഞാൻ സ്ഥിരമായി പറഞ്ഞു പറഞ്ഞ് ഞാനൊരു വലിയ ദേഷ്യം പിടിക്കുന്ന ഒരാളായി മാറിയതാണ് ആക്ച്വലി സംഭവിച്ചത്. കാരണം ഞാൻ എന്നെ ദേഷ്യം പിടിക്കുമ്പോ ഒക്കെ ഞാൻ ദേഷ്യം പിടിക്കുന്ന ഒരാളാണ്, ഞാൻ തന്നെ മനസ്സിലാക്കുന്ന ഒരു ദേഷ്യം പിടിക്കുന്ന ആളാണ്. നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഞാൻ തന്നെ സ്ഥിരം എന്നോട് ഇത് പറഞ്ഞ്, എന്താ സജാദ് ഇങ്ങനെ, എന്താ സജാദ് നീ എന്തിങ്ങനെ ദേഷ്യം പിടിക്കുന്നത്, നീ എന്തിങ്ങനെ ദേഷ്യം പിടിക്കുന്നത്, ഇങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞ് പറഞ്ഞ് ഓക്കെ ഞാൻ തന്നെ മനസ്സിലാക്കി ഞാൻ ദേഷ്യം പിടിക്കേണ്ട ഒരാളാണ് എന്ന് ഞാൻ എന്നെ പറഞ്ഞ് പാകപ്പെടുത്തി സെറ്റാക്കി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ എന്തായി, എനിക്ക് എന്തെങ്കിലും ഒരു കാരണം കാണുമ്പോൾ എന്റെ മനസ്സ് എന്നെക്കാളും മുന്നേ പ്രവർത്തനം തുടങ്ങും. ഓക്കെ, ഈ കാര്യം കണ്ടാടാ, ദേഷ്യം പിടിക്ക് എന്ന രീതിയിൽ എന്നെ കൊണ്ട് പിടിപ്പിക്കുന്നതായിട്ട്. ഇതെല്ലാം ഈ സമയത്താണ് എനിക്ക് മനസ്സിലായി, മുന്നേ ഇതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഈ സമയത്ത് എനിക്ക് കൃത്യമായിട്ട് എന്താണ് എന്റെ ലൈഫിൽ നടന്ന ഓരോ ഓരോ കാര്യങ്ങളും എനിക്ക് ഇപ്പൊ കീറി മുറിച്ച് മനസ്സിലാക്കി നോക്കി കാണാൻ വേണ്ടി എനിക്ക് പറ്റുന്നുണ്ട്, എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ കാര്യങ്ങളും പറയാൻ നിന്നാല് തീരൂല. കാരണം അത്രയും പറയാനുണ്ട്. കാരണം എന്റെ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ അത്ര പറഞ്ഞാല് നിങ്ങളെല്ലാവരും ഒരു 10 കൊല്ലം ഇരുന്നാലും തീരില്ല. കാരണം ഞാൻ പറയുന്നത് ഒരു മിനിറ്റത്തെ കാര്യം ഞാൻ ഒരു അരമണിക്കൂർ സംസാരിക്കും. അപ്പോ എന്താ പറയാന്, നല്ലൊരു കേൾവിക്കാരനാവാം. കാരണം വെച്ചാല് നിങ്ങൾ എല്ലാവരും എന്നെ കേട്ട് നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാല് നമുക്ക് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. അത് ഒരു വലിയ ഒരു എന്താ പറയാ, ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു എന്താ പറയാ, ഒരു ബഹുമാനമെന്നോ ആദരവെന്നോ അവരെ ഉൾക്കൊണ്ട് ഇരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാല് അത് വലിയൊരു പവറാണ്. അതുപോലെ തന്നെ ഞാനായാലും നിങ്ങളായാലും എന്താ പറയാന്, പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറയാ. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഇവിടെ പറയാനുണ്ടാവും, ഷെയർ ചെയ്യാനുണ്ടാവും, ആ കാര്യങ്ങൾ പറയാ. അത് ഇപ്പൊ നമ്മള് എന്താ പറയാന്, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. നിങ്ങൾ പറഞ്ഞാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റും. ഓരോരോ ആൾക്കാർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനും ചെയ്യാനും എല്ലാം ഉണ്ടാവും. എല്ലാ ആൾക്കാർക്കും ഒരേ സമയമാണ് ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളത്, അല്ലെ? 24 മണിക്കൂർ ഏത് പൈസ ഉള്ള ആൾക്കാരായാലും പാവപ്പെട്ടവനായാലും ഒറ്റ കാര്യം മാത്രമാണ് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കൃത്യമായി ഒരുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സമയമാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ എന്ന വ്യക്തി, ഞാൻ എപ്പോഴും എന്താ പറയാ, ഞാൻ ഓക്കെ ആണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ഞാൻ മാത്രമല്ല, എന്റെ ചുറ്റിലുള്ള എല്ലാവരും ഓക്കെയാണ് എന്ന രീതിയിൽ കാണാൻ വേണ്ടി നമ്മൾ പഠിക്കണം. പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ കോൺഫിഡൻസ് എന്നെല്ലാം പറയുന്ന കാര്യങ്ങളല്ലേ, എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം ഉണ്ടാകുന്ന പറയുമ്പോൾ ചില ആൾക്കാർക്ക് പണം കുറെ ഉണ്ടാകുന്ന സമയത്ത് ആത്മവിശ്വാസം ഭയങ്കരമായി, അല്ലെ? ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ. അപ്പൊ അതുപോലെ എന്താ പറയാ, നല്ല സൗന്ദര്യമുള്ള സമയങ്ങളില് അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള സമയങ്ങളില് ഇതെല്ലാം നമ്മൾ ഒരുപാട് കോൺഫിഡൻസ്, കാരണം വെച്ചാൽ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും എന്തും ചെയ്യാൻ പറ്റും, അല്ലെ? എന്തും ചെയ്യാന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മളിൽ ഉള്ളിലുണ്ട്. അതേ ഒരു വ്യക്തി ആ ആരോഗ്യം അല്ലെങ്കിൽ സൗന്ദര്യം അല്ലെങ്കിൽ പണം എന്ന ഒരു ഈ വസ്തുക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാതാവുന്ന സമയത്ത് ആ ഒരു വ്യക്തിന്റെ കോൺഫിഡൻസ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തിക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല. ആ വ്യക്തി ആ
ആ വ്യക്തിയുടെ കൂടെയുള്ള വസ്തുക്കളിൽ ആശ്രയിച്ചിട്ടാണ് അയാൾ കോൺഫിഡൻസ് നിലനിർത്തിയത്. അപ്പൊ നമുക്ക് എന്തുണ്ടോ ഇല്ലേ എന്നതിലല്ല നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത്. നമുക്ക് എന്തുണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ കോൺഫിഡൻസ് ആയിരിക്കണം. കാരണം അതാണ് റിയൽ കോൺഫിഡൻസ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കാരണം എന്തുണ്ടായി എന്ന് കരുതി ഒന്നും വേണ്ട, ഒന്നും ഇല്ലാണ്ട് ജീവിക്കുക എന്നല്ല. നമുക്ക് ആവശ്യങ്ങൾക്ക് എല്ലാ കാര്യം വേണം. ബൈ ചാൻസ് ഇനി ഒന്നും ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മള് നല്ല വിശ്വാസത്തോടെ നമുക്ക് നമ്മളിൽ വിശ്വസിച്ച് "ഓക്കേ, ഇനിയും നേടാൻ പറ്റുന്നു, ഇനിയും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നു, എങ്ങനെ എന്തില്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഞാനാണ് എന്ന് മനസ്സിലാക്കാനല്ലോ നമ്മൾ പഠിക്കണം. അതെല്ലാമാണ് കോൺഫിഡൻസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളോട് നല്ലൊരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. കാരണം നമ്മളോട് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യം ജീവിതത്തിൽ നേടാനോ എന്താ പറയാ വിജയിക്കാനോ ഒന്നും നമുക്ക് പറ്റൂല. ഒരിക്കലും പറ്റൂല. ഇത് ഞാൻ നിങ്ങളോട് എത്ര തവണ വേണ്ടെങ്കിലും ഞാൻ പറയാം. കാരണം വെച്ചാൽ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നതാണ്. ജീവിതത്തില് ഞാൻ ഈ സമയം വരെ മുന്നോട്ട് വന്ന് എത്തി നിൽക്കുന്ന ഈ സമയം വരെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണിത്. നമുക്ക് നമ്മളോട് എപ്പോഴും നല്ല വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾ തന്നെ, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ വീട്ടിലോ നമ്മളെ കുടുംബത്തിലോ ഒരു കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ, നമ്മൾ എത്ര നല്ല പഠിക്കുന്ന കുട്ടിയായാലും അവനോട് "നീ എന്താടാ ഇങ്ങനെ മാർക്ക് മേടിക്കാത്ത, അല്ലെ നീ എന്താടാ ഇങ്ങനാന്ന്" പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി ഒരു 5-10 വർഷം കഴിയുന്ന സമയത്ത് ആ കുട്ടിന്റെ ആ ഒരു എന്താ പറയാ പഠിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യം ഈ ഒരു കുട്ടി സ്ഥിരം കേട്ടുകൊണ്ട് അതേ സ്ഥാനത്ത് ഒരു പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയെ നമുക്ക് മനസ്സിലായ ആ കുട്ടിക്ക് പഠിക്കാൻ ഒരു കഴിവില്ല. പക്ഷെ നമ്മൾ അവനോട് പറയുന്നത് "എടാ നീ ഓക്കെയാണ്, എനിക്ക് നല്ല കഴിവുണ്ട്" എന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പഠിക്കാൻ കഴിവില്ലാത്ത ഈ ഒരു കുട്ടി ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുന്ന സമയത്ത് ആ കുട്ടി നല്ലൊരു ലെവലിലേക്ക് എത്തും. കാരണം എന്താണ്, അവന് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് നമ്മൾ പറയുന്നതിനോടനുസരിച്ച് തന്നെ അവന്റെ ഉള്ളിലും അതിങ്ങനെ മുഴങ്ങും. ആ ഒരു പറയുന്ന വാക്കുകൾ അത് റിപ്പീറ്റഡ് ആയി അവനിങ്ങനെ ഉള്ളില് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവൻ തന്നെ സെറ്റായി വരും. ഇതെല്ലാം ഞാന് കണ്ടൊരു കാര്യം. കാരണം എനിക്കിങ്ങനെ പറയാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിച്ച ഒരാളാണ്. പക്ഷെ പറയാൻ പറ്റും പറ്റും എന്ന് വിശ്വസിപ്പിച്ചിട്ട് എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ടുള്ളത്. ഇത് ഞാൻ വിഷ്വലൈസേഷൻ കൂടി ചെയ്തിട്ടാണുള്ളത്. കാരണം എന്നോട് ഇന്നലെ രാവിലെ ആണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു "ഓക്കെ, ഞാൻ റെഡിയാണ്, കാരണം ഒരു കുഴപ്പമില്ല". അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പറയേണ്ട വിഷയം എന്ന് എനിക്ക് അറിയില്ല, എന്ത് പറയണം എന്നറിയില്ല, ഏത് പറയണം എന്നറിയില്ല. അപ്പോ ഞാൻ ഒരുപാട് ചിന്തിച്ചു. അപ്പൊ ഞാനിന്ന് ഉച്ചയ്ക്ക് ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു "എനിക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നും കിട്ടുന്നില്ല, എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല". അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കാരണം നമ്മളെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞാൽ മതി. സത്യത്തിൽ അത്രേ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് പഠിച്ചെടുക്കാനൊന്നും ഇല്ല. ഇത് തേച്ച് ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ചത്, ഞാൻ മനസ്സിലാക്കിയത്, അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിങ്സ്, അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് നിങ്ങളോട് പറയാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ വർക്കിലാണ് ഉള്ളത്. ഞാൻ എന്താ പറയാ ഒരു ജസ്റ്റ് ചെറിയൊരു ടൈം മാറ്റി വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. വേറെ നമുക്ക് പറയാൻ പറ്റുന്നതും ഇങ്ങനെയുള്ള ചാൻസസ് ഒന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. അപ്പൊ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക, ഉപയോഗിക്കാൻ നോക്കുക. എന്താണോ നമുക്കുള്ളത് അത് പരസ്പരം ഷെയർ ചെയ്യാം. നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒരേ ചിന്താഗതിയിലുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും ഇവിടുന്ന് കിട്ടണം എന്ന് വിചാരിച്ച് വന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഞാൻ എന്റെ പഴയ ഒരു രീതിയിൽ പറയാണ്, ഒരു കുറവോ നാണക്കേടോ അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളവർ എന്തെങ്കിലും വിചാരിക്കും, ഇങ്ങനത്തെ യാതൊരു ചിന്തയും ഇവിടെ വേണ്ട. കാരണം ഞാനും നിങ്ങളും നമ്മളെ മുന്നിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒരേ ചിന്താഗതിയിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലുള്ള വേദികൾ കിട്ടാന്ന് പറഞ്ഞാൽ അതും ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ എക്സ്പീരിയൻസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് സാധാരണ എന്റെ കൂടെ നിൽക്കുന്ന ഒരാളോട് പറഞ്ഞ ആ ഒരാൾക്ക് മനസ്സിലാവില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവൻ എന്താ പറയുന്നത് ചിന്തിക്കും, ഇവനെന്താ പറയുന്നത് ചിന്തിക്കും. കാരണം ഇത് ഒരു സ്വാഭാവികതയാണ്. അവനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ കേൾക്കുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തിയിട്ടോ ഇവനെന്താ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ആ ഒരു വ്യക്തിന്റെ ഈ സമയത്തുള്ള സ്റ്റേറ്റ്, അതായത് മാനസിക അവസ്ഥ അത്തരത്തിലാണ്. കാരണം നമ്മൾ ഒരു പടി മുന്നിൽ എത്തി, അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്ന് അവനറിയില്ല. അതുകൊണ്ട് അവൻ വിചാരിക്കും ഇവനെന്താ പറയുന്നത്, ഇവർക്ക് വട്ടായോ എന്ന് വരെ ചിന്തിച്ചു പോകാം ഒരു പക്ഷേ. അപ്പൊ നിങ്ങളോട് പറയുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തിരി സമയം ഞാൻ സംസാരിച്ചത്. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെന്താ, എല്ലാവർക്കും എന്താ പറയാ നല്ല അങ്ങോട്ടേക്കുള്ള പുതുവർഷമാണ് വരുന്നത്, 2025 അല്ലെ. 25 എന്ന് പറയണ്ട, ഇന്ന് തൊട്ട് അങ്ങോട്ടേക്ക് എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ ജീവിതം ഉണ്ടാവട്ടെ. നല്ല എന്താ പറയാ ഇതുവരെ ഉള്ളതിനെക്കാട്ടിയും നല്ലൊരു മാറ്റം, നല്ലൊരു വിജയങ്ങളും ഉയർച്ചകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ
ആശംസിക്കുന്നു. അത് കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം വെച്ചാല് പറയാനുണ്ട് ഒരുപാട്, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സമയം എനിക്ക് കിട്ടില്ല. ഇൻഷാ അള്ളാ പിന്നെ ഇതുപോലെ കണ്ടുമുട്ടുന്ന സമയത്ത് സംസാരിക്കാം. അപ്പോ ഞാൻ പോവാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സജാദ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രൗഡായിട്ടാണ് കേട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു. കാരണം നമുക്കറിയാം നമ്മളെ സ്റ്റുഡൻസ് നമ്മളെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ വിസ്റ്റംസ് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അല്ലേ, നമ്മൾ പറയാറുണ്ടല്ലോ നമ്മളെ മക്കളെ നമ്മളിങ്ങനെ കൈ പിടിച്ച് വളർത്തിയിട്ട് ഒരു നടക്കണ കാണുമ്പോൾ നമുക്ക് സന്തോഷം എന്ന് പറയണ പോലെ തന്നെ ഏകദേശം ഒരു മെയ് മാസത്തിലൊക്കെയാണ് സജാദ് പേഴ്സണൽ കോച്ചിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ അന്ന് പറഞ്ഞ പോലെ ആള് ലൈഫിൽ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഈ മനസ്സും കാര്യങ്ങളും ഒക്കെ അറിയണതുകൊണ്ട് നമുക്കറിയാം പ്രശ്നങ്ങളെക്കാളും വലിയ ആൾക്കാരും അല്ലെ അത്രക്കും കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മള്. പക്ഷെ നമ്മളെ വലിപ്പം തിരിച്ചറിയണില്ല, നമ്മളെ മനസ്സിന്റെ വലിപ്പം തിരിച്ചറിയുന്നില്ല, മനസ്സിന്റെ ശക്തി അറിയുന്നില്ല. നമ്മളെന്താണ് നമ്മളെ സൃഷ്ടാവ് ഇങ്ങോട്ടേക്ക് അയക്കുമ്പം നമ്മളെ ഉള്ളിൽ എന്ത് സിസ്റ്റം ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മളെ ഉള്ളിൽ പ്രവർത്തനം നടക്കുന്നത്, എന്തൊക്കെ ചെയ്താലാണ് സന്തോഷം കിട്ടുക, സമാധാനം കിട്ടുക, എങ്ങനെ ചെയ്താലാ മനസ്സ് ശക്തിയാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. ആളെന്താന്നുള്ള ഒരു ബോധ്യത്തിലോട്ട് കൊണ്ടെത്തിച്ചു. ആളെ മനസ്സെന്താണ് എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു 15 ദിവസത്തെ പേഴ്സണൽ കോച്ചിങ് സെഷനും അത് കഴിഞ്ഞ് ടാസ്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്താണ് ആളിൽ ഇത്രയും വലിയ ചേഞ്ചസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ആഹ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ആളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് തന്നെയാണ് ജീവിതത്തിൽ. അതായത് നിങ്ങൾ തന്നെ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ പ്രശ്നങ്ങളെ മാറ്റാനോ ആൾക്കാരെ മാറ്റാനോ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ മാറ്റാനോ അല്ല ശ്രമിക്കേണ്ടത്, നമ്മൾ അതിനെ നോക്കിക്കാണുന്ന രീതിയെയും നമ്മളെ മാനസികാവസ്ഥനെ മാറ്റാനും നമ്മളെയും ആക്കി മാറ്റാനാണ് നോക്കേണ്ടത്. അപ്പം നമുക്കൊരു പുതുവർഷം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് മുതൽ നമ്മൾ മാറുന്നോ അതിനുശേഷം നമുക്ക് എന്നും പുതിയ ദിവസങ്ങളും പുതിയ ചിന്തകളും പുതിയ സന്തോഷങ്ങളും കടന്നു വരും എന്നുള്ളതാണ്. ലൈഫിന്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട്, മാനിഫെസ്റ്റേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ പുതിയ വിജയങ്ങളും സക്സസും നല്ല കാര്യങ്ങളും നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ആദ്യം എടുത്തു മാറ്റണം. ഇതന്നെയാണ് മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ. ആലോചിച്ച് നോക്കണം, നമ്മൾ പുതിയത് എന്തൊക്കെയോ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്, പക്ഷെ അതിനൊന്നും വരാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, സ്ഥലം ഒഴിച്ചിടണം. വേണ്ടാത്തതിനൊക്കെ മാറ്റിയിട്ട് നല്ലതിനെ പ്രതീക്ഷിച്ചിട്ട് വരാൻ പാകത്തിൽ നമ്മൾ അതിനെ ഒഴിച്ച് സ്ഥലമൊക്കെ മാറ്റി ഇങ്ങനെ കാത്തിരിക്കണം, അല്ലെ പ്രതീക്ഷിച്ച് വിശ്വാസത്തോടെ ഇരിക്കണം അല്ലെ. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ടാസ്ക് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ സജാദ് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഓരോ പ്രശ്നം വരുമ്പോൾ അതിന് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചോദിക്കുക, അടുത്ത പ്രശ്നം വരുമ്പം അതെങ്ങനെ ശരിയാക്കും അടുത്ത ആളെ ഹെൽപ്പ് ചോദിക്കുക, അങ്ങനെ ആകുമ്പോൾ മടുക്കും. ഓരോന്നിനും ഓരോ ആളെ ഇങ്ങനെ ഓരോ തെറാപ്പിസ്റ്റിനെ നമ്മൾ പോയി കാണാൻ നമുക്ക് മടുക്കും. കാരണം നമ്മൾ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെല്ലാവരും അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. ഗ്രേറ്റസ്റ്റ് ക്രിയേറ്ററുടെ ഇത്രയും വലിയ ഭൂമി ആകാശവും എല്ലാം പടച്ചിട്ടുള്ള സൃഷ്ടാവ് പറയാണ് എൻ്റെ ഏറ്റവും ഉത്തമ സൃഷ്ടി മനുഷ്യനാണെന്നുള്ളത്. അപ്പം ഗ്രേറ്റ് ആയിട്ടുള്ള ക്രിയേറ്ററുടെ സൃഷ്ടാവിൻ്റെ ഗ്രേറ്റ് ആയിട്ടുള്ള സൃഷ്ടി തന്നെയാണ് നമ്മൾ. അപ്പം നമ്മളെന്താണ്, ഞാൻ ഇത്ര അടിപൊളിയാണോ, എൻ്റെ മനസ്സിന് ഇത്ര പവർ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരാൾ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സെൽഫ് ഗൈഡഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ആരെ ഹെൽപ്പ് ആവശ്യം ഉണ്ടാവില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇവിടെ പക്ഷികളൊക്കെ ഒരു ഒഴുക്കുണ്ട്, അവരവരെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. പ്രശ്നം വരുന്നുണ്ടാവും, അവരെന്നെ പരിഹരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മഴ വരും, അവർ ഏതെങ്കിലും മരത്തിന്റെ താഴെ ഇരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും അപകടങ്ങൾ വരും, അവരതിനെ സ്വയം റെഡിയാക്കി പോകുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു നാച്ചുറൽ പവർ അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. മരങ്ങളെ കാര്യം പറഞ്ഞു, അവർ നല്ല കാറ്റ് വന്നാൽ അവരതിനെ പിടിച്ചു നിൽക്കാനുള്ള സംഭവങ്ങൾ അവരിലുണ്ട്. കൊമ്പൊടിഞ്ഞു വീണാലും മുന്നോട്ടേക്ക് തന്നെ വീണ്ടും വളർന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പം അങ്ങനെ മറ്റൊരാളെ ഹെൽപ്പ് ഇല്ലാതെ സ്വയം സെൽഫ് ഗൈഡഡ് ആയിട്ട് നമ്മൾക്ക് മുന്നോട്ട് ഒഴുകാനുള്ള ആ ഒരു ശക്തി നാച്ചുറലി ജനിച്ച അന്ന് മുതലേ നമ്മളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ മുന്നോട്ട് ജീവിക്കും തോറും കുറേ പൊടിപടലങ്ങളൊക്കെ പിടിച്ചിട്ട് ആ ഒരു സെൽഫ് ഗൈഡൻസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് സ്വയം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയൂല. കാരണം നമ്മളും ആ പ്രശ്നം ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ വേറൊരാളെ സഹായം തേടുക അല്ലേ. പക്ഷെ അതിലൂടെ അന്ന് സജാദൊക്കെ വന്ന പോലെ ആ ഒരൊറ്റ ഗൈഡൻസ് ആൾക്ക് കൊടുത്ത് സജാദ്
എന്താ മനസ്സിലാക്കി കൊടുത്ത്, സജാദിന്റെ മനസ്സെന്താണ്, ആൾക്ക് ഇത്ര ശക്തി ഉണ്ട് മനസ്സിലാക്കി കൊടുത്ത് ആളുടെ മൂല്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ജീവിതത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ സ്വയം നേരിടാനും അതിൽ നിന്ന് പഠിക്കാനുള്ളതാണെങ്കിൽ പഠിക്കാനും അതിനെ ശരിയാക്കാനും സന്തോഷിക്കാനും വേദനകളാണെങ്കിലും അതിനെ ക്ഷമയോടെ കാത്തിരിക്കാനും എല്ലാത്തിനും ഒരു മനുഷ്യൻ സ്വയം പാകപ്പെടും. അപ്പൊ അങ്ങനെ സെൽഫ് ഗൈഡഡ് ആവാനാണ് നമ്മൾ ഇപ്പോഴും ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇൻഷാ അല്ലാ നിങ്ങൾക്ക് സജാദും എൻ്റെ ടോക്കും എല്ലാം ഹെൽപ്പായി എന്ന് വിചാരിക്കുകയാണ്. ആളെ ഇൻവൈറ്റ് ചെയ്തത് തന്നെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും ഒരാൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ഉണ്ടായ ചേഞ്ചിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം അല്ലെ. നമുക്കത് ഒന്നും കൂടെ ഒരു നമ്മൾ ഹൃദയത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. തലനെ ഫീഡ് ചെയ്യാൻ നമുക്ക് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരാളെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം അറിയണമെങ്കിൽ അത് അവരെന്നെ പറയണം. സജാദ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാം ഞാൻ എന്താ പറയണ്ടേ? അല്ലേ, നിങ്ങളെ ഉള്ളത് പോലെ പറഞ്ഞാൽ മതി. അതല്ലേ സത്യം. അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോഴാണല്ലോ അതിലാണല്ലോ കാമ്പുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ലെറ്റ് ഗോ ചെയ്യണം എന്ന് പഠിച്ചു. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, അത് ചെയ്യാം. നിങ്ങൾക്ക് വിട്ട് കളയേണ്ട കാര്യങ്ങൾ ഞാൻ അതിനെ ഒഴിവാക്കി എന്ന് തന്നെ തീരുമാനിക്കുക. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലും നമ്മളെ റൂമിലൊക്കെ ഒരു ആവശ്യമില്ലാതെ വെച്ച കുറേ പഴയ ഡ്രസ്സുകളും, അതായത് നമ്മളിങ്ങനെ നമുക്കത് നഷ്ടപ്പെടുത്താൻ എന്തോ ഒരു സങ്കടമാണ്. അങ്ങനത്തെ മുഷിഞ്ഞ സംഭവങ്ങളെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ആ ഒരു നെഗറ്റീവ് എനർജിനെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പഴയ ചില സാധനങ്ങൾ കാണുമ്പോഴേക്ക് നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും. പഴയ ചില ഡ്രസ്സ് കാണുമ്പോഴേക്ക് അന്നത്തെ കാലത്തെ ഇമോഷൻസ് മനസ്സിലോട്ട് വരും. ചില പഴയ ബുക്സ് നമുക്കത് കാണുമ്പോൾ തന്നെ സങ്കടം വരും. എന്നാലും നമ്മളതൊരു ശേഷിപ്പായിട്ട് അന്നത്തെ ഓർമ്മയുടെ മരിക്കാത്ത ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് അവിടെ വീണ്ടും ഹോൾഡ് ചെയ്യും തോറും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മുന്നോട്ട് നടക്കുന്നതിന് അത് പ്രയാസപ്പെടുത്തും. മുന്നോട്ടേക്ക് ഒഴുകാൻ പറ്റൂല. കാരണം ഈ ഭാരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ളത് വിട്ട് കളയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത നെഗറ്റീവ് എനർജീസിനെയും അതിനെയും കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കും ഞാനും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈവൻ ഫോൺ അടക്കം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫോണിലെ ഗാലറിയിൽ നിന്ന് വേണ്ടാത്ത സ്ക്രീൻഷോട്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് എന്നുള്ള രീതിയിലാവുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളിൽ നിന്ന് അത് വിട്ടുപോയ പോലെ, നിങ്ങൾക്ക് ആ ഭാരം പോയി, നിങ്ങൾ കുറച്ച് വെയിറ്റ്ലെസ് ആയ പോലെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുക. ഒന്നുകൂടെ പറയുകയാണ്, അന്ന് ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ വിട്ട് കളയുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അത് മാത്രമല്ല, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്കതൊരു പേപ്പറിലൊക്കെ എഴുതി അതിനെ ബേൺ ചെയ്ത് കളയാം. ഇപ്പം നമ്മൾ 40 ദിവസത്തെ പ്രാക്ടീസ് നമ്മുടെ ടീമിൽ കൊടുക്കുന്നുണ്ട് ഈ ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ഇതിൽ ചില ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ട ആളുകൾക്ക് പേഴ്സണലി കണക്ട് ചെയ്താൽ മതി. അപ്പം ഇൻഷാല്ല നമ്മുടെ അടുത്ത ക്ലാസ് വരുന്നത് 14-ാം തീയതിയാണ്. അന്ന് നമ്മൾ ലെറ്റ് ഫ്ലോ എങ്ങനെ ജീവിതത്തിന്റെ ഒഴുകണം, അല്ലെ ഈ നിമിഷത്തിനെ എങ്ങനെ ആസ്വദിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ലെറ്റ് ഫ്ലൈ പറക്കുന്നതിൽക്കും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, ഗോൾ സെറ്റ് ചെയ്തിട്ട് ന്യൂ ഇയറിലോട്ട് കടക്കുന്നതിൻ്റെ ആയിരിക്കും 3-ാമത്തെ സെഷന്. അപ്പം അടുത്ത കോഴ്സ് വരുന്നത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫീവർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് വന്നിട്ടില്ലല്ലോ, എന്നാ ഇനി കോച്ചിങ് സെഷൻ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും ഈ 16-ാം തീയതിയാണ് അടുത്ത, ഇപ്പൊ സജാദൊക്കെ പറഞ്ഞ പോലെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 16-ാം തീയതിയാണ്. നിങ്ങൾക്കുള്ള നല്ലൊരു ചാൻസ് ആയിരിക്കും ന്യൂ ഇയറിന്റെ മുന്നേ തന്നെ ഈ പറഞ്ഞ ലെറ്റ് ഗോയും മൈൻഡ് ക്ലെൻസിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ബോഡിക്ക് വേണ്ടി ജിമ്മിലൊക്കെ പോണ പോലെ ഒന്ന് ഫിറ്റാക്കി മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്ത് നല്ലൊരു വ്യക്തിയാവാനും വേറൊരാളുടെ ആവശ്യമില്ലാതെ സെൽഫ് ഗൈഡഡ് ആയിട്ട് എന്നേക്കുമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബോർഡ് ആരതോ ഓണാണോ? ഓക്കെ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഏകദേശം ഇത്രയും ടൈം ഇവിടെ ഇരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. നിങ്ങൾ അടുത്ത സെഷനിൽ കാണാം. അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്പർ വേണമെന്നുള്ളവർക്ക് ഞാനിവിടെ ചാറ്റ് ബോക്സിൽ കൊടുക്കാം. ഇനി അതല്ല നമ്മുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. ഓക്കെ. അപ്പം ഇനി നിങ്ങളെ ടൈമാണ്. നേരത്തെ സജാദ് പറഞ്ഞ പോലെ ഇങ്ങനെ സംസാരിച്ച് തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു അത്രയും അറിവുള്ള ഒരു സെൽഫ് നമ്മുടെ ഉള്ളിലുണ്ട്. അതൊക്കെ പുറത്ത് വരിക. അപ്പം നിങ്ങൾക്ക് ഈ ടൈം നല്ല യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ ഇനി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് എന്താ ചെയ്യേണ്ടത് അറിയില്ല, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് ചോദിക്കാം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ. താങ്ക് യു സോ മച്ച്.
ഹലോ, ആരും ഇല്ല വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഡോണ മാം. ഞാൻ കോണ്ടാക്ട് നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്താ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമയത്തിന് നിങ്ങളെ സെൽഫിനോടും നന്ദി പറയാം. ഓക്കെ, അപ്പം ഇതിൽ പറഞ്ഞ പ്രാക്ടിക്കലായ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. Thank you so much, ma'am. ഓക്കെ സെലീന മാം. Thank you so much. താങ്ക് യു സോ മച്ച് ഫാത്തിമ മാം. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Shaila ma'am, thank you so much. റേഹന മാം താങ്ക് യു. ഇവിടെ ഉണ്ടല്ലേ? അവിടെ ഉണ്ട്, കുറച്ച് തിരക്കിലായിട്ടാ വീഡിയോ ഓണാക്കാത്തെ. ഓക്കെ ഓക്കെ. അതില്ലേ ഒരു കാര്യം കൂടി പറയട്ടെ മാം. ഓക്കെ പറഞ്ഞോളൂ. ആ അത് ഞങ്ങളിപ്പോ 2 ദിവസം മുമ്പ് സംസാരിച്ചപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലായിട്ടല്ലല്ലോ, ആദ്യത്തെ പോലെ തന്നെ നമുക്ക് ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ അല്ലേ. പക്ഷെ നമ്മളൊരു പിന്നെ അത് അന്നത്തെ പോലുള്ള ഹെവി ആക്കി എടുക്കാതെ അങ്ങനെ നമ്മള് മനസ്സിനെ അങ്ങനെ കൊണ്ടുപോകണത് കൊണ്ട് ഇപ്പൊ ഒരു സമാധാനത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടല്ലേ. ഞങ്ങൾ രണ്ടാളും ഞങ്ങള് സംസാരിച്ചിട്ടുള്ളൂ. പറഞ്ഞിട്ടുള്ളൂ. പ്രശ്നങ്ങളൊക്കെ പക്ഷെ പക്ഷെ അതിനെ ഞങ്ങൾ കാണുന്ന രീതി മാറ്റി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ അപ്പോ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ടെൻഷൻ ഇല്ലാതെ ഞങ്ങള് പോണുണ്ട്. അടിപൊളി. ഇവര് നമ്മുടെ ജനുവരി കഴിഞ്ഞ 2024 ന്യൂ ഇയർ ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇവര് അറിയാലോ, ഇവര് നമ്മൾ പറഞ്ഞ പണിയൊക്കെ അതുപോലെ എടുത്ത് നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് രണ്ടാളും ഓഡിയോക്ക് വന്ന് സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് കാണാട്ടോ. ശരി, വൈൻഡപ്പ് ചെയ്യല്ലേ എന്നാലേ. ഓക്കെ ഇൻഷാ അല്ലാ.